ഓക്കെ. സോ നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. ഗുഡ് ഈവനിങ് എവ്രിബഡി. ഗുഡ് ഈവനിങ് ആരാധ്യ, തേജസ്വിനി. ഇവര് രണ്ടുപേരെ പറയാതെ തന്നെ ക്യാമറ ഓൺ ആക്കിയ. ഗുഡ്. ബാക്കി എല്ലാരും ക്യാമറാസ് ഓൺ ആക്കിക്കേ. ഹായ് ശ്യാം, ഗുഡ് ഈവനിങ്. ഹലോ. Good evening, ma'am. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ഡാ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ആരാധ്യ. ഓക്കെ. ഹെൽവിൻ, ഗുഡ് ഈവനിങ്. ബാക്കി എല്ലാരോ? വേദിക. ഓക്കെ. എല്ലാരും ക്യാമറാസ് ഓൺ ആക്കിക്കേ. അമേയ, ഗുഡ് ഈവനിങ്. Good evening, ഓക്കെ. ma'am. Good evening, ma'am. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, ജാൻവി കുഴപ്പമില്ല. നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻസുടെ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസാ. ഒന്ന് ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് ഒന്നും കൂടിയും ചോദിക്കാം കേട്ടോ. കുഴപ്പമില്ല. ഓക്കെ, നോ ഇഷ്യൂസ്. ഓക്കെ. കുറെ പേര് ഗുഡ് ഈവനിങ് ശ്രീഹരി. ഓക്കെ, ഇന്ന് സാറ്റർഡേ ലീവ് ആയിരുന്നില്ല എല്ലാവർക്കും? സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ലീവ് അല്ലേ? Yes, miss. യെസ്. Yes, ma'am. മഴയുണ്ടോ? നല്ല മഴയാണോ എല്ലായിടത്തും? Yes, miss. ഇല്ല. തേജസ്വിനിയുടെ അവിടെ ഇല്ല. തേജസ്വിനി എവിടെയാടാ വീട്? മഴയില്ല. Coimbatore. കോയമ്പത്തൂർ. ഓ, പക്ഷെ ഞങ്ങളെ കോയമ്പത്തൂർ. വീട്ടിൽ മഴയില്ല. എവിടെയാടാ സ്ഥലം? കീരൂര്. ഏരൂര്. ഓഹാ. പക്ഷെ എന്റെ ബാക്കിയുള്ള പെയ്തില്ല. ആ, ഇവിടെ മഴയില്ല. മഴയില്ല. ഓക്കെ, ഇവിടെ മഴയില്ലായിരുന്നു. ഓക്കെ, ഓക്കെ, ഇപ്പൊ ഓക്കേടാ. അവിടെ നല്ല മഴയാണോ? ഇവിടെ നല്ല മഴയാ. ഇന്ന് നല്ല മഴയായിരുന്നു. ഓക്കെ, ഇന്നലെ പഠിച്ച പ്രോബ്ലംസും ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കിയോ? ക്ലാസ്സിൽ നിന്ന് കയറുന്നതിന്റെ മുന്നേ ഒരു 5 മിനിറ്റ്സ് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് നോക്കണം എന്നുള്ളത്. നോക്കിയിട്ടുണ്ടായിരുന്നോ? മാം നോക്കിയിട്ടില്ലെങ്കിൽ മാം മുന്നേ വർക്ക്ഷീറ്റ് എഴുതണ്ടായിരുന്നു. ആണോ? ചെയ്തോ? ഗുഡ്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ബാക്കി എല്ലാവരോ ചെയ്തോ? ഞാൻ ചെയ്തു. ആടാ. ഓക്കെ, ഡൺ. ഈവനിങ് ഓക്കെ. മാം. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, സോ ഇന്ന് നമുക്കുള്ളത് വർക്ക്ഔട്ട് സെഷനാ അല്ലേ? ഇന്നലെ നമുക്ക് റെഗുലർ ക്ലാസ് ആയിരുന്നു. ഇന്ന് നമുക്ക് വർക്ക്ഔട്ട് സെഷനാ. ഇന്നലെ കുറെ പേർക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. റിയലി സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഇനി അത് മുന്നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് നോക്കാം. ഓക്കെ. സോ ഇന്നലെ നമ്മൾ എക്സാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? എക്സാം പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ആദ്യം അത് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എക്സാം പേപ്പർ ഇന്നലെ നിങ്ങൾ എക്സാം ചെയ്തത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക്ഔട്ട് സെഷനിലേക്ക് പോവാം. ഓക്കെ, വർക്ക്ഔട്ട് സെഷനിൽ സിമ്പിൾ പ്രോബ്ലംസ് ആരാധ്യ പറഞ്ഞോടാ. മിസ്സിന് എക്സാം ഉണ്ടോ? ഇന്നലെ ഇല്ലാത്തതുകൊണ്ട് ചിലർക്ക്. ഇല്ലടാ, ഇന്ന് അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല അങ്ങനെ എക്സാം വെക്കണം എന്നുള്ളത്. ഞാൻ ഒന്ന് ചോദിച്ചിട്ട് പറയാവേ അങ്ങനെ വെക്കണോ എന്നുള്ളത്. ഓക്കെ, ഒന്ന് ഓക്കെ. ചോദിച്ചിട്ട് പറയാം. ഓക്കേടാ. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ അത് ഇപ്പൊ തന്നെ ചോദിച്ചേക്കാം. ഇനി ബൈ ചാൻസ് ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പിന്നെ പണിയും. ഒരു മിനിറ്റ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. നോർമലി മുന്നേ പറയും നിങ്ങൾക്ക് അങ്ങനെ എക്സാം വീണ്ടും നടത്തണം എന്നുള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ. സോ അപ്പോഴേക്ക് നമുക്ക് വർക്ക്ഔട്ട് സെഷന്റെ പ്രോബ്ലംസ് പതിയെ തുടങ്ങാം. ഓക്കെ. ഓക്കെ ജാൻവി, നമ്മൾ ചാപ്റ്റർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് പാറ്റേൺസ് ആൻഡ് മാത്തമാറ്റിക്സ്. സ്റ്റാർട്ട് അല്ല, ഇന്ന് ഡേ 2 ആ. ഇന്നലെ നമ്മൾ പഠിച്ചു. ഇന്ന് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആ. അതിന്റെ റിലേറ്റഡ് അല്ല, ഡേ 1 നിങ്ങൾ പഠിച്ച കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. സോ നിങ്ങൾ ആൻസേഴ്സ് പറയുന്ന സമയത്ത് ചില MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ എനിക്ക് ചാറ്റ് ബോക്സിൽ എല്ലാവരും ചാറ്റ് ബോക്സിൽ മാത്രം ആൻസർ പറയാം. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയാം. ഓക്കെ, ഡൺ ആണോ? ഓക്കെ. എല്ലാരും ജാൻവി കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്ന് ക്ലാസ് ടീച്ചറിന്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. റെക്കോർഡഡ് സെഷൻസ് അയക്കും ക്ലാസ് ടീച്ചർ. ഓക്കെ. 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 സോ ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ടോടാ സ്ക്രീൻ എല്ലാവർക്കും? യെസ് മാം. ഓക്കെ, ഡൺ. ഓക്കെ, ഡൺ. ഓക്കെ, നിങ്ങൾ എല്ലാവരും ആൻസേഴ്സ് എനിക്ക് ചാറ്റ് ബോക്സിൽ മാത്രം തരാം. ഞാൻ ചോദിക്കുന്നവര് മാത്രം അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ. ഇന്നലെ കുറേ ഓക്കേടാ, കുഴപ്പമില്ല. ജാൻവി അത് നോട്ട്ബുക്കിൽ എഴുതണോ?
വേണ്ടടാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഓൾറെഡി ഉള്ളതായിരിക്കും. ജസ്റ്റ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് അതായത് അതായത് ഈ ഒരു ഗുഡ് മിനിറ്റ്. ഈവനിങ് മാം. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ഡാ. ഓക്കെ, സോ ഞാൻ എന്താ പറയണ്ടായിരുന്നെ? ആ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. എല്ലാ ക്വസ്റ്റ്യനും നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സമയം പോവും. ഓക്കെ, പറഞ്ഞോടാ. കൺഫ്യൂഷൻ ഉണ്ടോ? തുടങ്ങാം നമുക്ക്. ഗുഡ് ഓക്കെ, ഞാൻ ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കേടാ, സോ ഞാൻ പറയുന്നുണ്ടായിരുന്നെ, നമ്മളിപ്പോ വർക്ക്ഔട്ട് സെഷനിലേക്കാ പോകുന്നത്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആൾക്കാർ മാത്രം അൺമ്യൂട്ട് ചെയ്ത് പറയാം. ബാക്കി എല്ലാവരും ചാറ്റ് ബോക്സിൽ എനിക്ക് ആൻസേഴ്സ് പറയാം. ഓക്കെ ആണോ? എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് ബഹളം ഉണ്ടാക്കരുത്. ഞാൻ ചോദിക്കുന്ന ആൾ മാത്രം അൺമ്യൂട്ട് ചെയ്യുക, ആൻസർ പറയാം. Miss, ആടാ, പറഞ്ഞോ. I was late, so is there anything that I missed? No, there's nothing that you have missed. We're just going to start the session, okay? We're just going to start with the questions for the workout day. Done? Okay. Okay, done. Let's begin in the workout session. Day 2 ന്റെ workout session ആണ്. So welcome to 90 plus double power tuition, world's first learning assurance model. നമുക്ക് പാറ്റേൺസ് ആൻഡ് മാത്തമാറ്റിക്സിന്റെ വർക്ക്ഔട്ട് സെഷൻ തുടങ്ങാം. ഓക്കെ, സോ വർക്ക്ഔട്ട് സെഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസറും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ആൻസർ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് നമ്പേഴ്സ് ഇൻക്രീസ് ബൈ ദ സെയിം amount each time and the sequence is called counting numbers. ഏത് സീക്വൻസ് ആയിരുന്നു? കൗണ്ടിങ് നമ്പേഴ്സ്, അതായത് 1 2 3 4 നമ്പേഴ്സ്. ഞാനിപ്പോ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നത് 1 2 3 4, റൈറ്റ്? ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുക? ഈ 1 കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ നമ്പേഴ്സിനെ എന്താ പറയാ? ഹോൾ നമ്പേഴ്സ് എന്നാണോ പറയാ? നാച്ചുറൽ ഡേ 1 മാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ ഹോൾ നമ്പേഴ്സ് എന്താ, നാച്ചുറൽ നമ്പേഴ്സ് എന്താ എന്നുള്ളത്? ഓർക്കുന്നുണ്ടോ? ഇല്ല? എനി ഐഡിയ? ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞ എന്താ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞ എന്താ? എനി ഐഡിയ ആർക്കെങ്കിലും? ആ, എടാ, മൈ ക്വസ്റ്റ്യൻ ഈസ്, ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഐഡിയ ഉണ്ടോ? യെസ് മാം. യെസ്. ഓക്കെ, ഓക്കെ. സോ എല്ലാവരും എനിക്ക് ഇതിന്റെ ആൻസേഴ്സ് അറിയാലോ എന്തായിരിക്കും? വെനെവർ വി ആർ സ്റ്റാർട്ടിങ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡാഷ് നമ്പേഴ്സ് ഇൻക്രീസ് ബൈ ദ സെയിം amount ഈച്ച് ടൈം. ഓക്കെ, ആൻഡ് ദ സീക്വൻസ് ഇസ് കോൾഡ് കൗണ്ടിങ് നമ്പേഴ്സ്. സോ വെനെവർ നമ്മുടെ കൗണ്ടിങ് നമ്മൾ 1 സ്റ്റാർട്ട് ചെയ്യും, റൈറ്റ്? നിങ്ങൾ എപ്പോഴും കൗണ്ട് ചെയ്യുമ്പോൾ, ഒരു സാധനം കൗണ്ട് ചെയ്യുമ്പോൾ 1 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുക. സോ ദീസ് നമ്പേഴ്സ് ആർ കോൾഡ് കൗണ്ടിങ് നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ആണോ? എക്സാക്ട്ലി, നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, എല്ലാവരും അൺമ്യൂട്ട് ചെയ്യല്ലേ. ഞാൻ പറയുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയാം. ഓക്കെ, ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുക. പറയുന്ന ആള് മാത്രം. ഓക്കെ, ഞാൻ ചോദിക്കാം, നിങ്ങൾ അവര് മാത്രം അൺമ്യൂട്ട് ചെയ്യുക. ബാക്കി എല്ലാവരും എന്തോ? നിന്റെ ആൻസറിന്റെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? അതെ അതെ, ഞാനൊന്ന് ഡിസ്കസ് ചെയ്തോട്ടെ, ഒന്ന് നിക്ക്, സബർ കറോ. ഓക്കെ, ഓക്കെ. സോ 1 2 3 എടാ, അതായത് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ എഴുതി എടുക്കേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ എഴുതിയെടുത്തോ. ഓക്കെ, വർക്ക്ഔട്ട് സെഷനിൽ അങ്ങനെ നിർബന്ധമില്ല, നമ്മൾ നോട്ട്സ് അല്ല എഴുതുന്നത്. അപ്പൊ നിങ്ങളുടെ അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഓക്കെ, ഡൺ. സോ 1 2 3 4 എന്നാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഞാനിപ്പോ നേരത്തെ ഒരു നമ്പറും കൂടി പറഞ്ഞു, ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ നമ്മുടെ കൗണ്ടിങ് അല്ല, നമ്മുടെ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രോം 0 ആണ്. 0 1 2 3 4 എക്സെട്ര. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഇങ്ങനെ 2 സെറ്റ് ഓഫ് നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. വൺ ഇസ് കോൾഡ് ആസ് കൗണ്ടിങ് നമ്പേഴ്സ്. അതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രോം 1. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളത്. സോ 0 വിൽ ഓൾസോ ബി ഇൻക്ലൂഡഡ്. ക്ലിയർ ആണോ? ഓക്കെ, എഴുതിയെടുത്തോ? എഴുതിയെടുക്കാനുള്ളവരൊക്കെ ഡൺ ആണോ? എടുത്താ മതിയോ? ആടാ, അങ്ങനെ ചെയ്താലും മതി, നോ ഇഷ്യൂസ്. വർക്ക്ഔട്ട് സെഷനിൽ അങ്ങനെ എഴുതിയെടുക്കണം എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ അക്കോർഡിംഗാ. പക്ഷെ വെറുതെ ഇരിക്കരുത്, സിനിമ കാണാതിരിക്കുന്ന പോലെ മാത്സിന്റെ ക്ലാസ്സിൽ ഇരിക്കരുത്, നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ആടാ, പറഞ്ഞോ. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വന്നേ ഉള്ളൂ. ആ, ഇപ്പൊ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, പേടിക്കണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യനാ. ഓക്കെ, ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാവോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന്റെ ആൻസർ ആരും അൺമ്യൂട്ട് ചെയ്ത് പറയാതെ എനിക്ക് ചാറ്റ് ബോക്സിൽ മാത്രം പറയാം.
ദ വിരഹങ്ക നമ്പേഴ്സ് ആർ. ഏതാണ് ഇതില് വിരഹങ്ക നമ്പേഴ്സ്? നിങ്ങൾ ഡേ 1 പഠിച്ചിട്ടുണ്ടാവല്ലോ. ഏതായിരുന്നു? ഓപ്ഷൻ മാത്രം എൻ്റെ അടുത്ത് പറയാം. ഓക്കെ, ഓപ്ഷൻ ചാറ്റ് ബോക്സിൽ പറയാം. അറിയുന്നവരെല്ലാരും ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് പറഞ്ഞു കേട്ടോ. ഓക്കെ, മിക്സ്ഡ് ഒപ്പീനിയൻ ആണല്ലോ. ബി ആൻഡ് സി രണ്ടും വരുന്നുണ്ടല്ലോ. ഓക്കെ, കുറെ പേര് ബി പറയുന്നുണ്ട്, കുറെ പേര് സി പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. Miss, ചോദിക്കുന്ന ആള് മാത്രം പറഞ്ഞോടാ. what is Virahanga numbers? എടാ, ഇറ്റ് വാസ് ഡിസ്കസ്ഡ് ഇൻ ദ ഡേ 1 ഓഫ് ദ ചാപ്റ്റർ. ഡേ 1 ഉണ്ടായിരുന്നോ? Um, ഉണ്ടായിരുന്നോ? കാരണം ഡേ 1 ഞാനല്ല എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. ഡേ 1 ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആടാ. okay. ഓക്കെ, നമുക്ക് മാം ഡിസ്കസ് ഒരു ചെയ്യാം. ആടാ പറഞ്ഞോ. കാര്യം ചോദിച്ചോട്ടെ മാം, ഇമോജീസ് എന്താ ഇല്ലാത്ത? അത് നമ്മൾ ഡിസേബിൾ ചെയ്തത് ഇന്നലത്തെ ക്ലാസ് കാരണം. ഇനി തൊട്ടിട്ട് ഇമോജീസ് ഉണ്ടാവില്ല. ഓക്കെ, ഇമോജീസ് ആർ എന്തോ ഡിസേബിൾ. പറ്റിയത് എന്തോ പറ്റിയത് ഇമോജീസ് എന്തോ പറ്റി? ഒന്നുമില്ല, അത് ജസ്റ്റ് ഡിസേബിൾ ചെയ്തതാടാ. ഓക്കെ, നോ ഓക്കെ. ഇഷ്യൂസ്. എനിക്ക് ആൻസേഴ്സ് പറയാമോ? ഞാൻ ചോദിക്കുന്ന ആളുടെ അടുത്ത് പറയാ. ഓക്കെ, ഗൗരി, നിങ്ങൾ എല്ലാവരും ആൻസേഴ്സ് പറഞ്ഞോ? ചാറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ അടുത്ത്? നോ മാം. ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ പറയടാ. അൺമ്യൂട്ട് ചെയ്യണ്ട, ഞാൻ പറയുന്ന ആൾ മാത്രം അൺമ്യൂട്ട് ചെയ്യുക. ബാക്കി എല്ലാവരും ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് അയച്ച ആൻസർ തെറ്റാ. ഓക്കേടാ, നോ ഇഷ്യൂസ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. ഓക്കെ, ജുവൽ കയറിയിട്ടുണ്ടോ ഇന്ന്? ജുവൽ കയറിയിട്ടുണ്ടോ? ആടാ പറഞ്ഞോ. ബി. ബി. ബി അല്ലേ? കറക്റ്റ്. ഓക്കെ, ഡൺ. വേറെ ഹെൽവിൻ, ബി ആണോ, സി ആണോ, എ ആണോ, ഡി ആണോ? ഏതാടാ? മാം ബി ബി ബി. ഡി. ഓക്കെ, ഡി ആണ് ചിലര് പറ. ബി. Ma'am, ബി. B. ബി ഫോർ ബോൾ. ഓക്കെ, ഡൺ. Hmm. ഓക്കെ, ബാക്കിയുള്ളവരോ? ഓക്കെ, C. കുറെ പേര് ബി. ഓക്കെ, പൃഥ്വി. പൃഥ്വി, അനൂപ് കേൾക്കുന്നുണ്ടോടാ? വിസ്മ കേൾക്കുന്നുണ്ട്. എന്താ? ഏത് ആൻസറാ ഇതിന്റെ? ബി അല്ലേ മാം? സി. ഓക്കെ, ഡൺ. ദിയ. ബി. ദിയ ലക്ഷ്മി എം. ദിയ കേൾക്കുന്നുണ്ടോടാ? യെസ് മാം. ബി. ഏത് ഓപ്ഷനാ? ബി. ബി. ബി ഓർ സി? സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ. ഓക്കെ, ഡൺ. ഓക്കെ, ഗൗതം കൃഷ്ണ കേൾക്കുന്നുണ്ടോ? ഗൗതം കൃഷ്ണ. സി. സി. ഓക്കെ, സോ സി ആൻഡ് ബിയിലാണ് കുറെ കൺഫ്യൂഷൻസ് വന്നിരിക്കുന്നത് അല്ലേ? ഈ സി എന്ന് പറഞ്ഞുള്ളവരുടെ അടുത്താണ് എന്റെ ക്വസ്റ്റ്യൻ. സി എന്ന് പറഞ്ഞ നമ്പേഴ്സ് 1, 8, 27, 64. ഈ നമ്പേഴ്സ് നിങ്ങൾ എവിടെയെങ്കിലും നേരത്തെ കണ്ട? അതായത് വിരഹങ്ക നമ്പേഴ്സ് അല്ല. ക്യൂബ് നമ്പർ. എക്സാക്ട്ലി, ഗുഡ് ഗുഡ്, എക്സാക്ട്ലി, ദീസ് ആർ ക്യൂബ് നമ്പേഴ്സ്. റൈറ്റ് അല്ലേ? ക്യൂബ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു നമ്പറിനെ അതിനായിട്ട് തന്നെ 3 തവണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. റൈറ്റ്? ഫോർ എക്സാമ്പിൾ, ഹാൻഡ്സ് ഡൗൺ ചെയ്യാവോ? കൺഫ്യൂഷൻസ് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഹാൻഡ്സ് അപ്പ് ചെയ്തേ. ഓക്കെ, സോ നമ്മൾ നോർമലി ക്യൂബ് നമ്പേഴ്സ് എന്ന് പറഞ്ഞത് എന്തിനാ? ഫോർ എക്സാമ്പിൾ, 1ന്റെ ക്യൂബാണ് 1 ഇൻറ്റു 1 ഇൻറ്റു 1. 1നെ 1നോട് തന്നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ വി ആർ ഹാവിങ് 8. 8 എന്താ? 2 ഇൻറ്റു 2 ഇൻറ്റു 2. ദാറ്റ് മീൻസ് 2ന്റെ ക്യൂബ് ആണ് 8. സിമിലർലി 27 എന്ന് പറഞ്ഞത് 3ന്റെ ക്യൂബാ. 3 ഇൻറ്റു 3 ഇൻറ്റു 3. അതാണ് ക്യൂബ് നമ്പേഴ്സ്. സോ ഓപ്ഷൻ സി അല്ല. സോ ദി ആൻസർ ഇസ് കറക്റ്റ് വൺ ഇസ് ഓപ്ഷൻ ബി. ഇനി ഈ വിരഹങ്ക നമ്പേഴ്സ് എന്താന്ന് അറിയാത്തവരുടെ അടുത്താണ്. ജനറലി ഇതൊരു സീക്വൻസാ. ഓക്കെ, വിരഹങ്ക നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ക്യൂബ് നമ്പർ, സ്ക്വയർ നമ്പേഴ്സ് പഠിച്ച പോലെ തന്നെ ഇതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് നമ്പേഴ്സാ. ഇതിന്റെ കറക്റ്റ് ആൻസർ ഞാനിപ്പോൾ പറഞ്ഞു. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ബി ആ. ഓക്കെ, സോ ദ ആൻസർ ഇസ് 1, 2, 3, 5, 8, 13. ഇങ്ങനെയാണ് ഈ പോകുന്നത്. ആരാധ്യ പറഞ്ഞോടാ. മിസ്, ഈ വിരഹങ്ക നമ്പേഴ്സും ഫിബനാച്ചി നമ്പേഴ്സും
അതേ സാധനം തന്നെയല്ലേ? ആടാ ഓൾമോസ്റ്റ് സെയിം കോൺസെപ്റ്റ് തന്നെയാ. രണ്ടിന്റെയും സീക്വൻസ് നമ്മൾ പറയുന്ന സമയത്ത് രണ്ടും സെയിം തന്നെയാ. ആ, ഓക്കെ, ഗുഡ്. താങ്ക് യു. ഓക്കെ, സോ ബേസിക്കലി വിരഹങ്ക നമ്പേഴ്സ് എങ്ങനെയാന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ വന്ന നമ്പർ ആയിട്ട് തന്നെ ഇപ്പൊ ഞാൻ 1 എടുത്തു. 1ന്റെ മുന്നേ ഒന്നുമില്ല. സോ വാട്ട് വി ഡു ഇസ് 1. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഡിസൈഡ് ചെയ്യുമ്പോൾ 1 + 1 ചെയ്തു. ദാറ്റ് ഇസ് 2. ഡൺ ആണോ? ഇനി അടുത്ത ടേം നോക്കുമ്പോൾ ഇതിന്റെ തൊട്ട് മുന്നേ ഉള്ള ടേം ഇല്ലേ, അതായിട്ട് പ്ലസ് ചെയ്യും. 2 + 1 is 3. 3 കിട്ടി. ഇനി 3 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ നോക്കണമെങ്കിൽ 3ന്റെ പിന്നിൽ വരുന്ന നമ്പർ ഏതാ? 2 ആ. സോ 3 + 2 വിൽ ബി 5. ഇങ്ങനെ പിന്നിൽ വരുന്ന നമ്മുടെ തൊട്ട് പിന്നിൽ വരുന്ന നമ്പർ ഉണ്ടല്ലോ, അത് വെച്ച് ആഡ് ചെയ്ത് പോകുന്നതിന് ഈ സീക്വൻസിനെയാണ് നമ്മൾ പറയുന്ന വിരഹങ്ക നമ്പേഴ്സ്. ക്ലിയർ ആണോ? ഇസ് ദ പോയിന്റ് ക്ലിയർ? ടോബിത്ത് എന്നല്ലേ പേര്? എടാ ക്ലിയർ ആയോടാ? മനസ്സിലായോ സീക്വൻസ്? തൊട്ടടുത്ത് കിടക്കുന്ന, അതായത് ഇപ്പൊ 13 കഴിഞ്ഞിട്ട് അടുത്തത് ഏത് നമ്പറാന്ന് എനിക്കറിയണം. അപ്പൊ 13ന്റെ തൊട്ട് പിന്നിൽ ഏത് നമ്പറാ കിടക്കുന്നത്? 8 അല്ലേ കിടക്കുന്നത്. അപ്പൊ 13 + 8 ആയിരിക്കും എന്റെ നെക്സ്റ്റ് ടേം, ദാറ്റ് ഇസ് 21. ഗോട്ട് ദി ഐഡിയ? ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനത്തെ ഈ സെറ്റ് ഓഫ് ഈ സീക്വൻസ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ വിരഹങ്ക നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഗൗരി കൺഫ്യൂഷൻ ആണോ? ചോദിച്ചോടാ, ചോദിച്ചോ. എനിക്ക് ലാസ്റ്റ് വൺ മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ 21 പറഞ്ഞതാണോടാ? എനിക്ക് ഡി ആണ് മനസ്സിലാവാത്തെ. ഡിയോ? എടാ ഇത് ഓപ്ഷൻ ആയിരുന്നു. ഏതാ ഇതില് വിരഹങ്ക നമ്പേഴ്സ്? MCQ ആ. ഡി പാറ്റേൺ ഇപ്പൊ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഓക്കെ, MCQ ആടാ. ഇതിൽ ഏതാ ശരി എന്നാ ചോദിക്കുന്നത്. അപ്പം ഓപ്ഷൻ ബി ആ. ഇപ്പൊ നമ്മൾ ആ ഒരു പാറ്റേൺ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആ. ഇപ്പൊ ഞാൻ വിരഹങ്ക നമ്പേഴ്സ് എന്താന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ജസ്റ്റ് ഇത് നമ്പേഴ്സ് കൊടുത്തേക്കുന്നേ. ആടാ നമ്പേഴ്സ് ഓപ്ഷൻസ് ഇല്ലേ? ഓപ്ഷൻ ABCD നമുക്ക് MCQല് കിട്ടില്ലേ? അതുപോലെ ഓപ്ഷൻസ് ആ ജസ്റ്റ്. അത് വെറുതെ നമ്പേഴ്സ് കൊടുത്തേക്കുന്നതാണോ അല്ലെങ്കിൽ അതിൽ വേറെ ഇല്ല, അത് സ്പെസിഫിക് ആയിട്ടൊന്നും ഇപ്പൊ നോക്കാനുള്ളതില്ല. ഓക്കെ, ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നെയിംഡ് ആയിട്ടുള്ള ഒരു സീക്വൻസ് അല്ല അത്. ഓക്കെ, ഓക്കെ, ഞാൻ മനസ്സിലായോ? വിരഹങ്ക നമ്പേഴ്സ് ഒന്ന് റിവൈസ് ആയില്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതൊരു നെയിംഡ് സീക്വൻസ് ആ. അപ്പൊ നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് സ്റ്റാർ മാർക്ക് ഇത് ഇട്ടോ. ഇത് ചിലപ്പോ ഒക്കെ ചോദിക്കുന്നതാണ്. ഡൺ ആണോ? ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും സെയിം. ഞാൻ പിന്നെയും പറയുന്നു, അൺമ്യൂട്ട് ചെയ്യരുത്. ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് പറയാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ മാത്രം ആൻസർ പറയാം. അൺമ്യൂട്ട് ചെയ്യരുത്. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. പൃഥ്വി ഞാൻ ഒന്ന് എത്തട്ടെ. പതുക്കെ പതുക്കെ പോവാ, ഇങ്ങനെ ധൃതി പിടിക്കല്ലേ. Now the next question is, if you start with the number 2 and keep adding 2, what sequence are you creating? ഓക്കെ, അതായത് ഞാൻ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്പർ 2 എന്നാണ്. ഓക്കെ, അതിലേക്ക് ഞാൻ 2 എന്നുള്ള നമ്പർ പിന്നെ ആഡ് ചെയ്ത് ഒരു സീക്വൻസ് ബിൽഡ് ചെയ്യുക. അപ്പൊ ആ സീക്വൻസ് എന്തായിരിക്കും? ഇതിൽ ഏതായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കോ? പ്രൈം നമ്പർ ആയിരിക്കോ? ഓഡ് നമ്പർ ആയിരിക്കോ? സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കോ? ഏതായിരിക്കും? ഓക്കെ റയാൻ, ഓക്കെ ഗൗരി, അദ്വൈത്, ഓക്കെ. ആടാ പറഞ്ഞോ. പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്തിനാണ്? അത് ഞാൻ പറയാടാ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അതായത് ആ നമ്പർ ഒരു ടേബിളിലും ഉണ്ടാവില്ല, വേറെ ഒരു ടേബിളിലും ആ നമ്പർ ഉണ്ടാവും. നമ്മൾ ടേബിൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ 11 എന്നുള്ള നമ്പർ എടുത്തോ. 11 ഏതെങ്കിലും വേറെ ടേബിളിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. 11ന്റെ ടേബിളിൽ മാത്രമല്ലേ 11 ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 1ന്റെ ടേബിളിൽ. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ മാം, ഈ പറഞ്ഞ 2 + 2 ആണോ അല്ലെ 2 × 2 ആണോ? എന്താ ഇതിനെ കീപ് ആഡിങ് അപ്പൊ എന്തായിരിക്കും? ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, ടോബിത് പറഞ്ഞോടാ. പ്രൈം നമ്പർ ഒന്നും കൂടി പറഞ്ഞുതരാം മാഡം. ഇപ്പൊ പറയാടാ, ഒന്നും കൂടിയും പറയാം. ആൻസർ ശ്രീഹരി, ഓക്കെ. ശ്രീഹരി ഒന്നും കൂടിയും ചെക്ക് ചെയ്തേ. പൃഥ്വി ഒന്നും കൂടിയും ചെക്ക് ചെയ്യേ. ഈവൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് മുഹമ്മദ് ഇഷാൻ, കേൾക്കുന്നുണ്ടോ? മുഹമ്മദ് ഇഷാൻ, ഏതായിരിക്കോടാ ഇതിൽ ഏത് ഓപ്ഷനാ തോന്നുന്നേ? ഈവൻ നമ്പർ. ഈവൻ നമ്പർ. ഓക്കെ, ഐറൻ S9 പറഞ്ഞോടാ. മൗലിക് പറഞ്ഞോ.
ഓക്കെ ഡൺ. ഓക്കെ, ആര്യൻ അനിൽ കേൾക്കുന്നുണ്ടോ? ആര്യൻ കേൾക്കുന്നുണ്ട്. ആടാ, പറഞ്ഞോ, ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും? ഡി. ഡി. ഡി അല്ലേ? ഉം. ഓക്കെടാ, ഡൺ. I ഓക്കെ, am ദീക്ഷിത്. ദീക്ഷിത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ശ്യാം. yes, ma'am. പറഞ്ഞോടാ, ഏതായിരിക്കും ഇതിൽ ഓപ്ഷൻ? Even number. Yes, ഈവൻ ma'am. നമ്പർ. ഓക്കെ, ദൃശ്യ. Ma'am, I am here. I can hear. ആരായിരുന്നു? ദീക്ഷിത് പറഞ്ഞോ, Ma'am, ദീക്ഷിത് ma'am, പറഞ്ഞോ, ma'am. പറഞ്ഞോ. It is even number. ഈവൻ ma'am. നമ്പർ. ഓക്കെ, ഡൺ. ബാക്കി ദൃശ്യ. Even number. ഈവൻ നമ്പർ, റൈറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചേ. അവരെന്താ എക്സാക്ട്ലി അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ തന്നെ വായിക്കുക. അത് അത്ര സമയം തരുന്നുണ്ടല്ലോ, ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. ഡൺ ആണോ? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ദ നമ്പർ 2 എന്നൊരു നമ്പർ Can I വെച്ച് say? ഞാൻ ഒരു ആണോ, പറഞ്ഞോ. Ma'am, odd number. ഓഡ് നമ്പർ. ഓക്കെ, ഡൺ. ഞാൻ സീക്വൻസ് ഫോം ചെയ്യാണ്. സീക്വൻസ് ചെയ്യുന്ന സമയത്ത് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് നമ്പർ 2 എന്നൊരു നമ്പർ വെച്ചിട്ട് ഞാൻ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതില് ഞാൻ +2 എല്ലാ ടേമിലും +2 എന്നുള്ള ആഡിങ് എന്നാ പറഞ്ഞത്, കാണുന്നുണ്ടോ? റൈറ്റ്, ആഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലസ് ചെയ്യുക, കറക്റ്റ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ 2 + 2 എത്രയാ? 4 അല്ലേ? സോ നെക്സ്റ്റ് ടേം എന്റെ വരുന്നത് 4 ആ. റൈറ്റ്, എനി ഒബ്ജെക്ഷൻ? നെക്സ്റ്റ് 4 വരും. ഈ ടേമിലും നമ്മൾ +2 ചെയ്യും. അപ്പൊ 4 + 2 6 വന്നു. അടുത്തതിലും നമ്മൾ എന്താ 2 ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. 8 വന്നു, 10 വന്നു, 12 വന്നു. ഇനി ഈ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞവർ ഒന്ന് ആൻസർ ഒന്ന് നോക്കിക്കേ. ഈ 2, 4, 6, 8, 10, 12 ഇതൊക്കെ ഓഡ് നമ്പേഴ്സ് ആണോ ഈവൻ നമ്പേഴ്സ് ആണോ? ഈവൻ നമ്പേഴ്സ് അല്ലേ? റൈറ്റ്. മിസ്, ഞാൻ ഈവൻ നമ്പേഴ്സ് ഇട്ടപ്പോ മിസ് അല്ലേ വേണം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാൻ. അതെന്തുവാ? എടാ, എനിക്ക് കുറെ ആൻസേഴ്സ് വരുന്നുണ്ട്, ഒന്ന് മാറിപ്പോയതായിരിക്കാം. ആരായിരുന്നു? ഞാൻ എന്തോ ബി എന്ന് തന്നെ ഇട്ടത്. ഓക്കെ, ബി നീ അല്ല. തല്ലു. ഓക്കെ, കൂൾ ഡൗൺ. ഓക്കെ, കൂൾ ഡൗൺ. ഞാൻ കുറെ ഇതിൽ 33 പേരുണ്ട്. എല്ലാവരുടെയും കൂടി വരുമ്പോ ഒന്ന് മാറിപ്പോയതായിരിക്കും. ഐ എം സോറി. ഓക്കെ, ഈവൻ നമ്പേഴ്സ്. ഓക്കെ, സോ ഈവൻ നമ്പേഴ്സ് ആയിരിക്കും കറക്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താണ് പ്രൈം നമ്പേഴ്സ് എന്നുള്ളത്, അല്ലെ? പ്രൈം നമ്പേഴ്സ് എന്താന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കിക്കേ എല്ലാവരും. എടാ, പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിന് വേറെ ഒരു ടേബിളും വരില്ല. അതായത് ടേബിളിൽ വരില്ല എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് ആയിട്ട് നമുക്ക് വരാം 2, 3, 5, 7. ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. വേറെ ഏതെങ്കിലും ടേബിളിൽ നിങ്ങൾ ഈ നമ്പേഴ്സിനെ കാണോ? അതായത് നമ്പറിന്റെ 1ന്റെ ടേബിളിലും 2ന്റെ ടേബിളിലും മാത്രമല്ലേ നിങ്ങൾ 2നെയും കാണുള്ളൂ. വേറൊരു ടേബിളിലും കാണില്ലല്ലോ. കറക്റ്റ് അല്ലേ? റൈറ്റ്. സിമിലർലി ഇപ്പൊ ഞാൻ 11 എന്നുള്ള ഒരു നമ്പർ പറഞ്ഞു, 19 എന്നുള്ള ഒരു നമ്പർ പറഞ്ഞു. 19 നിങ്ങൾ വേറെ ഏതെങ്കിലും ടേബിളിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. സോ അങ്ങനത്തെ നമ്പേഴ്സ്, അതായത് അവരുടെ ടേബിളിൽ മാത്രം വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞോ. കൺഫ്യൂഷൻസ് എന്താ ഗൗതം, ദൃശ്യ? മാം 10 5 ടേബിളിൽ വരില്ല. ഏതാടാ? 10 5 ടേബിളിൽ അതെ, വരില്ലേ? 10 5ന്റെ ടേബിളിൽ വരുമല്ലോ. 10 പ്രൈം നമ്പർ അല്ല. ഞാനിപ്പോ ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ഈവൻ നമ്പറിനാ. ഞാൻ നിങ്ങൾ പ്രൈം നമ്പേഴ്സ് എന്താന്നുള്ള കൺഫ്യൂഷൻ ചോദിച്ചുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തതാ. ഓക്കെ, ജാൻവി പറഞ്ഞോ. ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറില് അതിനൊരു ഫാക്ടേഴ്സ് ഉണ്ടാവില്ലേ? ആ ഫാക്ടറിൽ രണ്ട് ഫാക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദ നമ്പർ ഇറ്റ്സെൽഫ് ആൻഡ് ദ നമ്പർ 1. ഓക്കെ. മാം ഇപ്പം മറ്റേ ടേബിളിൽ പറഞ്ഞപ്പോ ആകെ കൺഫ്യൂഷൻ ആയി. ഞാൻ നിങ്ങൾക്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ് ഞാൻ ടേബിളിന്റെ കോൺസെപ്റ്റിൽ പറഞ്ഞത്. ഓക്കെ, ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി ഓൺലി 2 ഫാക്ടേഴ്സ്. അതായത് ഇപ്പൊ ഞാൻ 11 എന്നുള്ളൊരു നമ്പർ എടുക്കുമ്പം ഇതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് 1 ഉണ്ടാവും,
പിന്നെ ദ നമ്പർ ഇറ്റ് സെൽഫ് 11 ഇറ്റ് സെൽഫ്. ഓക്കെ, പ്രൈം നമ്പേഴ്സിന്റെ സ്പെഷ്യാലിറ്റി ഫാക്ടേഴ്സ് രണ്ടെണ്ണേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓക്കെ മാം. ജുവാൻ പറഞ്ഞോ. മിസ് ഒന്നുകൂടി പറഞ്ഞുതരോ? ഒന്നുകൂടെയും പറയാം. ഓക്കെ, കേട്ടെ ഇവിടെ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് വേറെ ഒരു നമ്പറിന്റെയും ടേബിൾസിലൊന്നും വരില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഫാക്ടേഴ്സ് എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പൊ പറയാത്ത നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ഫാക്ടേഴ്സിന്റെ കേസിൽ പറയാത്ത. ജാൻവി ഫാക്ടേഴ്സിന്റെ കേസ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ജാൻവിയുടെ അടുത്ത് ഫാക്ടേഴ്സിന്റെ രീതിക്ക് ഡെഫിനേഷൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പറയുന്നത് ടേബിൾസ്, നിങ്ങൾക്ക് 1 to 10 ടേബിൾസ് വൃത്തിക്ക് അറിയാലോ, നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു 5 വരെയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ ടേബിൾസ് എല്ലാം, റൈറ്റ്? 5 വരെ. ഓക്കെ, സോ ഈ നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ ഈ നമ്പർ അതിന്റെ ടേബിളിൽ മാത്രമേ വരൂ. അതായത് ഇപ്പൊ ഞാൻ 11 എടുക്കുമ്പം 11 1 into 11ഉം 11 into 1 ഈ രണ്ട് ടേബിളിലെ വരും. അടുത്ത വണ്ണിന്റെ ക്വസ്റ്റ്യൻ എടുക്കാവോ? എടാ ഞാൻ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുമല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യോ? ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യോ? ഓക്കെ 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 ഓക്കെ. ഓക്കെ ഓക്കെ, ഡൺ. സോ നമ്മൾ ടേബിൾ പറയുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ടേബിൾ, മാം, എടാ ഒന്ന് വെയിറ്റ് ചെയ്യോ, ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ. ബോറടിക്കണ. കുഴപ്പമില്ല, കുറച്ച് മാത്സിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ കുറച്ച് പേഷ്യൻസ് വേണം. ഒന്ന് വെയിറ്റ് ചെയ്യോ? ആ ഓക്കെ, ഓക്കെ. എഴുതണോ? എന്തോ? ഇത് എഴുതണോ? വേണ്ടടാ, നിങ്ങൾക്ക് നോട്ടായിട്ട് വേണമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഡൺ ഡൺ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ട്രയാങ്കുലർ നമ്പർ? ഓപ്ഷൻസ് മാത്രം എനിക്ക് ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ജുവാൻ ഞാൻ പറഞ്ഞു തരാടാ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ മിസ്. ചാറ്റ് ബോക്സിൽ മാത്രം ആൻസർ പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ട്രയാങ്കുലർ നമ്പർ? ഓക്കെ, മാം, ആ ജാൻവി പറഞ്ഞോടാ. ഇതിന്റെ മുന്നത്തെ സ്ലൈഡ് ഒന്നുകൂടി കാണിക്കോ? സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നു. ആണോ, ഒരു മിനിറ്റ്, പെട്ടെന്ന് എടുക്കണേ. ഓക്കെ മാം. ഓക്കെ, ഡൺ. തോബിത് പറഞ്ഞോളൂ. Miss, what should I tell the answer? Can you tell me in the chat box? Because there are more than 33 students, okay? So they will all unmute and tell me the answer. So that's why I'm saying, tell me in the chat box, okay? Okay, കുറെ പേര് എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് ആണല്ലോ പറയുന്നത്. കറക്റ്റ്. ആര്യൻ, വേദിക, ആര്യൻ, ഫയ, ജുവാൻ, പൃഥ്വി, യെസ് കറക്റ്റ്. ആരോ ഒരാളുടെ ഇൻകറക്റ്റ് ആണല്ലോ. അമ്മയെ ഒന്നും കൂടി നോക്കിക്കേടാ, ഒന്നും കൂടി നോക്കിക്കേ. റയാൻ, ഒന്നും കൂടി നോക്കിക്കേ. ഏത് ഓപ്ഷൻ ആയിരിക്കും? Can I അനൗഷ് tell? അനൗഷ്ക ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഐ ലാസ്റ്റ് ദ. ഓക്കെ, പറയുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്യാ. ഓക്കെ, ഞാൻ ലാസ്റ്റ് ആരുടെ അടുത്താ ചോദിച്ചേ? ഒരു മിനിറ്റ്, ഞാൻ ലാസ്റ്റ് മൗലിക്. ഓക്കെ, ഗൗതം കൃഷ്ണ കേൾക്കുന്നുണ്ടോ? എടാ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യണ്ട, എനിക്ക് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ റാൻഡം ആയിട്ട് വിളിക്കുന്ന ആൾക്കാർ ആൻസേഴ്സ് പറയട്ടെ. ഓക്കെ, അല്ലെങ്കിൽ കുറെ പേര് മാത്രമേ പറയത്തുള്ളൂ. ഓക്കെ, ഡൺ. ഓക്കെ, നെക്സ്റ്റ് ശ്രീഹരി എം എസ് പറഞ്ഞോടാ. ശ്രീഹരി എം എസ് ആണ്. 2 ശ്രീഹരിമാരുണ്ട്. ഏതായിരിക്കും ആൻസർ? 16. ഓക്കെ, ഡൺ. ഒന്നും കൂടി നോക്കിക്കേ. ഓക്കെ, ശ്രീഹരി എസ് നായർ. മാം, ആ പറഞ്ഞോടാ, ഏതായിരിക്കും? ബി. ബി. ഓക്കെ, ഓക്കെ. ഫയ, ഏതായിരിക്കും? ഓക്കെ, അമീറ, അമീറ ജോഷി. അമീറ ജോഷി, Yes, ma'am. ഏതായിരിക്കും ഇതിന്റെ ആൻസർ? B. ബി. ഓക്കെ, എക്സാക്ട്ലി. നമ്മൾ ട്രയാങ്കുലർ നമ്പേഴ്സ് ഇന്നലെയും ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രയാങ്കുലർ നമ്പേഴ്സിന്റെ കേസിൽ ഏതാ അതിൽ വരാ? ഇറ്റ്സ് ദ കറക്റ്റ് ആൻസർ ഇസ് 10, റൈറ്റ്? ട്രയാങ്കുലർ നമ്പേഴ്സിന്റെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്തും സീക്വൻസ് ഓർക്കുന്നുണ്ടോ? ആ സീക്വൻസ് ഒക്കെ ഓർത്ത് വെക്കുക. അതായത് സ്ക്വയർ നമ്പേഴ്സ്, ട്രയാങ്കുലർ നമ്പേഴ്സ്, ക്യൂബ് നമ്പേഴ്സ്, ഇങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സീക്വൻസസ് ഒക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ആരാ അത് പറഞ്ഞോ? Is it 10? ഹെക്സഗണൽ. ആ 10.
എക്സാക്ട്ലി. സോ ട്രയാങ്കുലർ നമ്പേഴ്സിന്റെ കേസിൽ നമ്മുടെ സീക്വൻസ് വരുന്നത് 1, 3, 6, 10, 15, 21. ഈ ഒരു ഫോമിൽ ഇങ്ങനെ സീക്വൻസ് പോവും, റൈറ്റ്? സോ ഇങ്ങനത്തെ സീക്വൻസിനാണ് നമ്മൾ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ ഇതിലാർക്കും? ദിയ, കൺഫ്യൂഷൻ ആണോ? ദിയ ലക്ഷ്മി എം ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത് കൺഫ്യൂഷൻ ആയിട്ടാണോടാ? ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കേടാ, കുഴപ്പമില്ല. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദ സീക്വൻസ് നെക്സ്റ്റ്? ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും ഈ സീക്വൻസിൽ? ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ മാത്രം പറയാ, ബഹളം കൂട്ടരുത്. ഓക്കെ, ഏത് നമ്പർ ആയിരിക്കും നെക്സ്റ്റ് ഈ സീക്വൻസിൽ ഉണ്ടാവുക? ഞാൻ ചോദിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ, ജുവാൻ, ഇറ്റ്സ് കറക്റ്റ്, ഗുഡ്. റയാൻ കറക്റ്റാ? അനൗഷ്ക, എടാ ഒന്നും കൂടി നോക്കോ. അദ്വൈത് എനിക്ക് തോന്നുന്നു ടൈപ്പ് ചെയ്തപ്പോ മാറിയതാ തോന്നുന്നു. തേജസ്വി, ഇറ്റ്സ് കറക്റ്റ്. ശ്യാം കറക്റ്റ്. ആര്യൻ കറക്റ്റ്. പൃഥ്വി കറക്റ്റ്. ജാൻവി കറക്റ്റ്. ആര്യൻ, അനിൽ, വേദിക കറക്റ്റാ. അമര, ആര്യൻ, ദീക്ഷിത് കറക്റ്റ്. വേദിക കറക്റ്റ്. ദിയ. എടാ ഞാൻ ചോദിക്കട്ടെ, ഈ റോൾ നമ്പർ S10080, എടാ പേരൊന്ന് പറയോ? ഐ ഗെസ് ഐ വിൽ മിസ്പ്രൊനൗൺസ് യുവർ നെയിം. കെൻ യു ലെറ്റ് മീ നോ വാട്ട്സ് യുവർ നെയിം? ചിക്വീറ്റ. ചിക്വീറ്റ, റൈറ്റ്? യെസ്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞ? ഓക്കെ, ചിക്വേറ്റയുടെ ആൻസറും കറക്റ്റ് ആടാ. ദെൻ ഐഷ, ഒന്നും കൂടി നോക്കിക്ക. ഐഷ, അസ്വ, ഒന്നും കൂടി നോക്കിക്കേടാ. അദ്വൈത്, ഇറ്റ്സ് കറക്റ്റ്. ഗൗരി കറക്റ്റ്. ആരാധ്യ? എന്നെ വിളിക്കാവോ? ഇല്ല 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 ഇല്ല, ആൻസർ ഒക്കെ പറഞ്ഞില്ലേ? ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ നെക്സ്റ്റ്. എടാ കുറെ പേരുണ്ട്, എല്ലാവർക്കും ചാൻസ് കൊടുക്കണ്ടേ? ഓക്കെ, ആരപ്പൻ പറയാ? തോബത്ത് കിട്ടിയോടാ? തോബത്ത്, ആൻസർ, എനി ഐഡിയ അബൌട്ട് ദി ആൻസർ? 25. ഓക്കെ, നോ ഇഷ്യൂസ്, ലെറ്റ്സ് ഗോ. ഞാൻ ആൻസർ പറഞ്ഞോട്ടെ. പൃഥ്വി പറഞ്ഞോ. ആൻസർ 25 സെക്കൻഡ്. ഓക്കെ, ഇനി കുറച്ച് ഓക്കെ, ഡൺ. ഇനി കുറച്ച് പേഷ്യൻസോടെ ഒന്ന് കാത്തിരിക്കും. ഓക്കെ, ആണേ. പേഷ്യൻസ്. ഓക്കെ, ദൃശ്യ, 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 ആ, ദൃശ്യ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ. നിർബന്ധമുണ്ടോ? ഇല്ലടാ, എഴുതിയെടുക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ഓൾറെഡി നിങ്ങൾ എഴുതിയെടുത്ത കാര്യങ്ങളാ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ്. ജസ ഉമ്മർ S94031 റൂൾ നമ്പർ ഏതായിരിക്കട ഓപ്ഷൻ? 24. 24. ഓക്കെ, നെക്സ്റ്റ്. ഫാത്തിമ ഫിൽസ. ആൻസർ എടാ ഒരു മിനിറ്റ്, ഞാൻ വരാം. ഫാത്തിമ ഫിൽസ. Shall I be next? വെയിറ്റ്. ഫാത്തിമ ഫിൽസ, എടാ ഉണ്ടോ? ക്ലാസ്സിലുണ്ടോ? Are you there in the class? ഫാത്തിമ ഫിൽസ. ഓക്കെ, നെക്സ്റ്റ്. മുഹമ്മദ് S93093. മുഹമ്മദ് സഫൻ എന്നാണ് തോന്നുന്ന പേര്. Yes, ma'am. പറഞ്ഞോടാ, ഏതായിരിക്കും ആൻസർ? 24. 24 അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് നോട്ട് ചെയ്തെടുത്തോട്ടെ. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, ഐറിൻ ഉണ്ടോ ക്ലാസ്സില്? ഏതായിരിക്കും ഓപ്ഷൻ? ഓക്കെ, ഡൺ. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ദ സീക്വൻസ് ദാറ്റ് ഇസ് ഗിവൻ ടു us is, ജാൻവി പറഞ്ഞോടാ. കൺഫ്യൂഷൻ ആണോ? കൺഫ്യൂഷൻ അല്ല. ഓക്കെ, ആൻസർ പറയാനായിരുന്നോ? എടാ സംഭവം എന്താന്ന് പറഞ്ഞാൽ, ദർ വിൽ ബി കുറെ പിള്ളേര് ചിലപ്പോൾ അൺമ്യൂട്ടും ക്യാമറയും ഓൺ ആക്കിയിട്ട് ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലാരെയും കോൾ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, കുറെ പേരുള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ വിളിക്കാത്ത, അങ്ങനെയല്ല, അങ്ങനെ വിചാരിക്കരുത്. എല്ലാവർക്കും ചാൻസ് കൊടുക്കണം, റൈറ്റ്? കുറെ പേര് ക്യാമറ ഒക്കെ ഓഫ് ആക്കിയിട്ടിരിക്കുക. സോ അവരെ നമുക്ക് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യണ്ട, അതുകൊണ്ടാണ്. ഗോട്ട് ദി ഐഡിയ? ഓക്കെ, നിങ്ങളെ Yes, ma'am. വിളിക്കുന്നില്ല അങ്ങനെ വിചാരിക്കരുത്. ഓക്കെ, കുറെ പിള്ളേരുണ്ട്. എനിക്ക് 33 ക്വസ്റ്റ്യൻസും ഇല്ല എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ഓരോ ക്വസ്റ്റ്യൻ തന്നിട്ട് ഞാൻ ചോദിച്ചേനെ. ഓക്കെ, ഡൺ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീക്വൻസ്? ഇപ്പൊ ഈ സീക്വൻസ് ഞാൻ പറയും,
ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അടുത്ത് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഒരു സീക്വൻസ് ആണ് ഇത്. ഓക്കെ, പലരുടെയും ആൻസർ, കുറെ പേര് എനിക്ക് കറക്റ്റ് ആൻസർ തന്നിട്ടുണ്ട്, കുറച്ച് പേര് ഇൻകറക്റ്റ് ആൻസറും തന്നിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ്, അതായത് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീക്വൻസസ് 25. 25 ആയിരിക്കും ഈ സീക്വൻസിലെ നെക്സ്റ്റ്. ഗൗരി എന്താടാ പറഞ്ഞോ? മാം നെക്സ്റ്റ് ആൻസർ ഞാൻ പറഞ്ഞോട്ടെ. എടാ ഞാൻ പറഞ്ഞത് ഇപ്പൊ കേട്ടോ. കുറെ പിള്ളേരുണ്ട്, നമുക്ക് എല്ലാവർക്കും ചാൻസ് കൊടുക്കണ്ട. അതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ അടുത്ത് അതാ, വെൻ യു ആർ ഗിവിംഗ് മീ ദി ആൻസർ ഇൻ ദ ചാറ്റ് ബോക്സ്, ഞാൻ പറയുന്നില്ല ശരിയാ തെറ്റാന്ന്. ഞാൻ നിങ്ങളുടെ ആൻസേഴ്സ് കാണുന്നുണ്ട്, കാണുന്നില്ല എന്നല്ല. ഓക്കെ, എല്ലാവരുടെയും ആൻസേഴ്സ് ഞാൻ നോക്കുന്നുണ്ട്. ഗോട്ട് ഇറ്റ്? ഓക്കെ, മാം ആടാ പറഞ്ഞോ. 25 കിട്ടി എങ്ങനെയാന്ന് പറഞ്ഞു ആ, അതിലേക്ക് ഞാനൊന്ന് എത്തിക്കോട്ടെ. ഇപ്പൊ എത്തിയിട്ടില്ല ഞാൻ. ഓക്കെ, സോ ഈ നമ്പേഴ്സിൽ നെക്സ്റ്റ് സീക്വൻസ് ആയിട്ട് വരുന്നത് നമ്പർ 25 ആ. 25 എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ്, ഇത് സ്ക്വയർ നമ്പറിന്റെ സീക്വൻസാ. ഓക്കെ, സ്ക്വയർ നമ്പറിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ 1ന്റെ സ്ക്വയർ എടുത്തു. സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്പർ ബീങ് മൾട്ടിപ്ലൈ ടു ഇറ്റ് സെൽഫ്. സോ ആദ്യം 1 into 1 ചെയ്തു, നെക്സ്റ്റ് 2 into 2 ചെയ്തു, നെക്സ്റ്റ് 3 into 3 ചെയ്തു, അടുത്തത് 4 into 4 ചെയ്തു. അപ്പൊ നെക്സ്റ്റ് നമ്പർ ഏതാന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഷുഡ് ബി 5 into 5, ദാറ്റ് ഇസ് 25. ക്ലിയർ ആണോ ആ കാര്യം? കൺഫ്യൂഷൻ ഉണ്ടോ? ഗോട്ട് ദി ഐഡിയ? ഓക്കെ, അത് നോക്കണം. എടാ സ്ക്വയർ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് ഇത്. സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ അതിനായിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് സ്ക്വയർ ഓഫ് 2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 into 2. അപ്പൊ ഇവിടെ സീക്വൻസ് നോക്കിക്കേ. ആദ്യം 1 വന്നു, 1 is 1 into 1. ഓക്കെ, ഡൺ. 4 നോക്കിക്കേ, 4 is 2 into 2. ദെൻ 9 എടുക്കുമ്പം 9 നമുക്കറിയാം 3 into 3. നെക്സ്റ്റ് 16 എന്ന് പറഞ്ഞാൽ 4 into 4. അപ്പം നെക്സ്റ്റ് നമ്പർ ഏതാ? ഇത് ഓർഡറിലാണ് പോകുന്നത്. ആദ്യം 1ന്റെ എടുത്തു, 2ന്റെ എടുത്തു, 3ന്റെ എടുത്തു, 4ന്റെ എടുത്തു. അപ്പൊ നെക്സ്റ്റ് ഏത് നമ്പർ ആയിരിക്കും? 5ന്റെ ആണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് 5 into 5 ചെയ്തത്. ദാറ്റ് ഇസ് ദി ആൻസർ ഇസ് 25. ഓക്കെ, ഡൺ ആണോ? നെക്സ്റ്റിലേക്ക് പോവാലോ. മാം ഓക്കെ, ഇതിപ്പം എത്ര വന്നാലും അത് തന്നെ ചെയ്യണം. ആ ഏത് നമ്പറിന്റെ സ്ക്വയർ ചോദിച്ചാലും നിങ്ങൾ ആ നമ്പർ ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, Miss, I didn't understand. ഹൂ വാസ് ദാറ്റ്? Me. എടാ, ഡു യു നോ വാട്ട് ദ കോൺസെപ്റ്റ് ഓഫ് സ്ക്വയർ ഇസ്? Can you say yes or no? It's okay if you don't know. It's fine. You can let me know. Multiply. Yeah, exactly. The number being multiplied to itself. നിങ്ങൾ എല്ലാവരും, ബാക്കി എല്ലാവരും എനിക്ക് ഈ ആൻസർ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പറയാം. ഓക്കെ, തോബിത്ത് നോക്കിക്കേ. You know that what we mean by square, the number being multiplied to itself. Okay, so the sequence which was given to us was 1, 4, 9, 16, and they're asking for the next term. Okay, clear ആണോ? അപ്പം ആദ്യത്തെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇറ്റ് ഇസ് 1 into 1. Okay, next is 2 into 2. So basically what they are doing, they are taking the square of the numbers in order. ആദ്യം 1ന്റെ സ്ക്വയർ എടുത്തു, രണ്ടാമത് 2ന്റെ സ്ക്വയർ എടുത്തു, മൂന്നാമത് 3 into 3, 9. ഓക്കെ, 3ന്റെ സ്ക്വയർ എടുത്തു, നെക്സ്റ്റ് 4ന്റെ സ്ക്വയർ. അപ്പം നെക്സ്റ്റ് ടേം ഏതായിരിക്കും? 5ന്റെ സ്ക്വയർ ആയിരിക്കില്ലേ? 5 into 5, ദാറ്റ് ഇസ് 25. സോ ദാറ്റ്സ് വാട്ട് ആർ നെക്സ്റ്റ് ടേം ഇസ്. Okay. ഓക്കെ, ഡൺ. ഈ ക്വസ്റ്റ്യൻ ഓക്കെ, ആൻസേഴ്സ് എനിക്ക് ചാറ്റ് ബോക്സിൽ കിട്ടുന്നുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, സിദ്ധാർത്ഥ് ഒന്നും കൂടി ആൻസേഴ്സ് ക്രോസ് ചെക്ക് ചെയ്ത. സിദ്ധാർത്ഥ്, അദ്വൈത് കറക്റ്റാ, ആര്യൻ കറക്റ്റ്, ഗൗരി കറക്റ്റ്. സിദ്ധാർത്ഥ് ഒന്നും കൂടി നോക്കണേ. ഹെൽവിൻ കറക്റ്റാ, ആരാധ്യ കറക്റ്റാ, അനൗഷ്ക കറക്റ്റ്, ഐഷ അസ്വ കറക്റ്റ്, റയാൻ കറക്റ്റ്, വേദിക കറക്റ്റ്, ദൃശ്യ കറക്റ്റ്, അമീര കറക്റ്റ്. ജുവാൻ ഒന്നും കൂടി ചെക്ക് ചെയ്തേടാ. ജുവാൻ, ജാൻവി ഇറ്റ്സ് കറക്റ്റ്, അമയ എസ് നായർ ഇറ്റ്സ് കറക്റ്റ്, ഇഷാൻ ഇറ്റ്സ് കറക്റ്റ്, ദീക്ഷിത് കറക്റ്റാ, ഫയ കറക്റ്റാ, ശ്രീഹരി എം എസ് ഒന്നും കൂടി നോക്കോടാ. വേദിക സഫ കറക്റ്റാ. ആടാ പറഞ്ഞോ. ചിക്വേയുടെ ഇട ഒന്നും കൂടി ചെക്ക് ചെയ്യണേ. നസ്മിൻ ഫസ്മ കറക്റ്റാ, ജാൻവി കറക്റ്റാ, ദിയലക്ഷ്മി കറക്റ്റാ, തേജസ്വിനി കറക്റ്റാ. ഓക്കെ Miss, ഓക്കെ, ആടാ പറഞ്ഞോ. what was hexagon? സോറി, What was hexagon? hexagon was a, it's a shape, it's a polygon. Okay, so they are asking how many shape are there. So it's basically in the form of hexagon. Usually ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. This is the shape of hexagon. So they are asking how many sides are there. സിദ്ധാർത്ഥ് ഒന്നും കൂടി നോക്കിക്കേടാ.
ഒന്നും കൂടിയും. അനൗഷ്ക പറഞ്ഞോടാ. മാം എന്റെ കറക്റ്റ് ആണോ? ഒന്നും കൂടി ടൈപ്പ് ചെയ്യോടാ. ഒന്നും കൂടി ടൈപ്പ് ചെയ്യോ. മേലെ പോയി തോന്നുന്നുണ്ട്. ഒന്നും കൂടി ടൈപ്പ് ചെയ്യോ. ആടാ പറഞ്ഞോ. സിദ്ധാർത്ഥ് ഇപ്പൊ കറക്റ്റാ. മാം ഇപ്പം വരച്ച് അതുകൊണ്ട് സൈഡ് അറിയാൻ പറ്റും. അറിയാൻ പറ്റും. അതാ കറക്റ്റാ ഇപ്പൊ പറയുന്ന എല്ലാവരും. അതിനിപ്പോ എന്താ കുഴപ്പമില്ല. ഓക്കെ, നോ ഇഷ്യൂസ്. ഓക്കെ, മാം ഞാൻ ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ആടാ അനൗഷ്ക, ഇറ്റ്സ് കറക്റ്റ്. സോ ടോട്ടൽ ഓഫ് നിങ്ങൾക്ക് ഈ ഞാനിപ്പം വരച്ച ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇൻ ടോട്ടൽ ഓഫ് ഹെക്സഗണിന് എത്ര സൈഡ്സ് ഉണ്ട്? 6 സൈഡ്സ് ഉണ്ട്, റൈറ്റ്? ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഒരു പോളിഗണിൽ എത്ര? ഇഫ് ഐ ആസ്ക് ഫോർ സ്ക്വയർ, സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ട്? ഹൗ മെനി സൈഡ്സ് ആർ ദെയർ ഫോർ എ സ്ക്വയർ? 4, റൈറ്റ്? വാട്ട് ഇഫ് ഐ എം ആസ്കിംഗ് ഫോർ എ 6ഓ? സ്ക്വയറിന് 6 എവിടെ നിന്നാടാ? Okay, square has 4 sides. Now, when we talk about a triangle, triangle എത്ര sides ഉണ്ട്? 3. 3. Okay, done. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. Yes, Okay, ma'am. next question. Okay, next question is, ഒരു മിനിറ്റ്. Okay, how many sides does a pentagon have? Next is a pentagon. Okay, pentagon എത്ര sides ഉണ്ടെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ. വേദിക ഇറ്റ്സ് കറക്റ്റ്, ജാൻവി ഇറ്റ്സ് കറക്റ്റ്, സിദ്ധാർത്ഥ് ഒന്നും കൂടി നോക്കിക്കേടാ, അദ്വൈത് കറക്റ്റ്, വേദിക ഒന്നും കൂടി, വേദിക S95449 PCM വേദിക. ഓക്കെ, ഒന്നും കൂടി നോക്ക്. റയാൻ ഒന്നും കൂടി നോക്കിക്കേ. ദീക്ഷിത് കറക്റ്റാ. ഫയ ഒന്നും കൂടി നോക്കിക്കേടാ. ആരാധ്യ മേനോൻ ഒന്നും കൂടി നോക്കിക്കേ. മൗലിക് കറക്റ്റാ. പൃഥ്വി അനൂപ് ഒന്നും കൂടി നോക്കിക്കേ. മുഹമ്മദ് സഫ കറക്റ്റാ. അനൗഷ്ക കറക്റ്റാ. അമ്മയ എസ് നായർ ഒന്നും കൂടി നോക്കടാ. ദൃശ്യ ഇറ്റ്സ് കറക്റ്റ്. അദ്വൈത് ഒന്നും കൂടി ചെക്ക് ചെയ്യാ. റയാൻ ഇറ്റ്സ് കറക്റ്റ്. ദിയ ഇറ്റ്സ് കറക്റ്റ്. ചിക്വേറ്റ വൺസ് മോർ ലുക്ക് അറ്റ് യുവർ ആൻസർ. ഒന്നും കൂടി. അദ്വൈത് കറക്റ്റാ? കറക്റ്റ് അല്ല, സോറി. അദ്വൈത്, ഐഷ ഇവരെല്ലാരും ഒരേപോലെ. എടാ ഐഷ അസ്വ, അദ്വൈത് എസും ചിക്വേറ്റ. എടാ നിങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ. ആടാ പറഞ്ഞോ. നേരത്തെ ഞാൻ എന്റെ ഡിസ്കണക്ട് ആയി മീറ്റിംഗ്. ആ ഓക്കെ, അപ്പൊ നേരത്തെ ആൻസർ ഏതാന്ന് എനിക്ക് അറിയില്ല. 6 ആടാ. ഹെക്സഗന്റെ സൈഡ്സ് 6 ആ. ഓക്കെ, ഓക്കെ, ഡൺ. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഇസ് പെന്റഗൺ ഇസ് ഹാവിംഗ് ഇൻ ടോട്ടൽ ഓഫ് 5 സൈഡ്സ്. ഇനി പെന്റഗൺ എങ്ങനെയാന്നുള്ളത്, പെന്റഗൺ ഇസ് ഹാവിംഗ് ഇൻ ടോട്ടൽ ഓഫ് 5 സൈഡ്സ്. ഓക്കെ, സോ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും പെന്റഗൺ ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് ഇസ് എ ഷേപ്പ് ഓഫ് പെന്റഗൺ. പെന്റഗണിന് ഇൻ ടോട്ടൽ ഓഫ് 5 സൈഡ്സ് ആണ് ഉണ്ടാവുക. ഡൺ ആണോ? ഓക്കെ, സിമ്പിൾ. ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, okay, now next question is, dash is both a triangular number and a square number. Triangle numbers. Triangle numbers. എടാ, ഒന്ന് മ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തവര് ഒന്ന് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മ്യൂട്ട് ആയിക്കേ. Okay, they're asking which of the following is both a triangular number and a square number. Okay, answers വരുന്നുണ്ട്. Okay, sorry. Okay, അനൗഷ്ക. Okay, yeah, fire, it's like a house. Pentagon എന്ന് പറയുമ്പോൾ it's like a house. Okay, so question is, dash is both a triangular and a square number. Options തന്നിട്ടുണ്ട് 25, 36 and 8. Okay, Miss, I didn't understand the question. okay. Tawbida, is this your first session for this particular chapter? Can I know that? Have you attended the session before? Yeah, Then were you there for the day one? I don't remember. Why, I don't think so. You were not there for the day two, if I'm not wrong, because day two I was there. Were you there for the day one? Because these are all the topics from day one you are having confusions with. Were you there? It's fine. If you were not there, if you don't remember, it's fine. After this class, okay? Right now, I'll just explain briefly, okay? But if that is not enough for you, what you should do is ask your class teacher for the recorded links of day one. Done? Okay, she will provide the same to you. Okay, that will be much more better, because else I need to start the topic from the starting itself. Okay, got it? മാം ആടാ പറഞ്ഞോ. മാം കിട്ടിയോ? ഇന്ന് എക്സാം ഉണ്ടോ? ഇന്ന് എക്സാം ഇല്ലടാ. മാം, കറക്റ്റ് ആണോ നോക്കൂ. ഒരു മിനിറ്റ്.
മാം എന്റെ ആൻസർ ഒന്ന് കറക്റ്റ് ആണ് നോക്കൂ. 36. എല്ലാരും 36 അല്ല മോസ്റ്റ്ലി പറയുന്നേ. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ അല്ല, 36 ആണ് കറക്റ്റ് ആൻസർ. ദി ആൻസർ ഇസ് 36. ഇവിടെ നോക്കിക്കേ, വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ സെയിങ്? ഇവിടെ നോക്കിക്കേ എല്ലാവരും. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഇസ് സെയിങ് ഈ തന്നിരിക്കുന്ന നമ്പറിൽ ആ നമ്പർ ട്രയാങ്കുലർ നമ്പറുമാണ് സ്ക്വയർ നമ്പറും കൂടിയാണ്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ആ നമ്പർ രണ്ട് സീക്വൻസിലും, സ്ക്വയർ നമ്പറിന്റെ സീക്വൻസിലും ഈ നമ്പർ വരും, ട്രയാങ്കുലർ നമ്പേഴ്സിന്റെ സീക്വൻസിലും ഈ നമ്പർ വരും. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ നമ്പറിന്റെ സീക്വൻസ് എടുക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് 1, 4, 9 ഇങ്ങനെയല്ലേ പോകുന്നേ. 16, 25, 36 ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഡൺ. ഇനി ട്രയാങ്കുലർ നമ്പേഴ്സിന്റെ ഞാൻ എഴുതുന്ന സമയത്ത് ദ സീക്വൻസ് ഇസ് ലൈക്ക് 1, 3, 6, 10, 15, 21, 21, 28, 36, 45. അപ്പൊ ഇത് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് നമ്പർ രണ്ട് സീക്വൻസിലുള്ളത്. 36 അല്ലേ? സോ ദി ആൻസർ ഇസ് 36. അതായത് ട്രയാങ്കുലർ സീരീസിലും സ്ക്വയർ സീരീസിലും വരുന്നത്. ഇനി ഞാൻ ഒന്നും കൂടി ബ്രീഫ്ലി പറയാം. ഓക്കെ, സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ബീങ് മൾട്ടിപ്ലൈഡ്. ആദ്യത്തെ നമ്പർ നോക്കിക്കേ, 1 into 1, 2 into 2, 3 into 3, 4 into 4, 5 into 5, 6 into 6. ഈ ഒരു രീതിക്ക് സീക്വൻസ് പോകുന്നതിനാണ് നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഡൺ ആണോ? ഓക്കെ, ട്രയാങ്കുലർ നമ്പേഴ്സിൽ വരുന്ന സമയത്ത് പറഞ്ഞോ. ഈ ട്രയാങ്കിൾ നമ്പറും സ്ക്വയർ നമ്പറും സെയിം ആയിട്ട് ഈ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ? വേറെ നമ്പേഴ്സ് ഈ നമ്പറാണ് ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് സീരീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന നമ്പേഴ്സ് ഇതൊക്കെയാ. ഓക്കെ, കാരണം 36. അനുഷ്ക പറഞ്ഞോടാ. എനിക്കിത് മനസ്സിലായിട്ടില്ല. ക്വസ്റ്റ്യൻ വായിച്ചേ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നേ? നിങ്ങൾ എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്റെ അടുത്ത് ചോദിക്കൂ. ഈ തന്നിരിക്കുന്ന നമ്പർ, അതായത് 25, 36, 8, ഈ നമ്പർ ട്രയാങ്കുലർ നമ്പർ സീരീസിലും വരും സ്ക്വയർ നമ്പറും ആണ്. ഈ രണ്ട് നമ്പർ സീരീസിലും വരുന്ന നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ഓക്കെ, രണ്ട് നമ്പറിലും ഈ രണ്ട് സീരീസിലും ഈ നമ്പർ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ സ്ക്വയർ നമ്പറിന്റെ സീരീസ് എഴുതി. സ്ക്വയർ നമ്പറിന്റെ സീരീസ് എഴുതിയപ്പം നോക്കിക്കേ, ഇതിൽ 36 ഉണ്ട്. ട്രയാങ്കുലർ നമ്പറിന്റെ സീരീസ് എഴുതിയപ്പോഴും അതിൽ 36 ഉണ്ട്. സോ ദി ആൻസർ ഇസ് 36. 36 ട്രയാങ്കുലർ നമ്പറും ആണ് സ്ക്വയർ നമ്പറും ആണ്. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാവോ? ഗൗരി പറഞ്ഞോടാ. ഞാൻ ഇപ്പൊ ഗൗരി എന്താടാ? Shall I go drink some water? Yeah, sure. Don't ask for these things. You can go. Okay, it's fine. Okay. ട്രയാങ്കുലർ നമ്പേഴ്സിന്റെ കോൺസെപ്റ്റ് എന്ന് ഞാൻ ഒന്നും കൂടി പറയാം. സ്ക്വയർ നമ്പേഴ്സ് ക്ലിയർ ആയല്ലോ. ട്രയാങ്കുലർ നമ്പേഴ്സിൽ ഒന്നുമില്ല, നമ്മൾ ഈ കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് ആഡ് ചെയ്ത് പോകുന്നത്. അതായത് 1 + 2, നെക്സ്റ്റില് 3 + 3 ആണ് 6, 6 + 4 ആണ് 10, 10 + 5 ആണ് 15 ആയിട്ട് വരുന്നത്. അതായത് ഓരോ ടേമിൽ കൗണ്ടിങ് നമ്പേഴ്സിന് നമ്മൾ ആഡ് ചെയ്ത് പോവുക. 15ന്റെ കൂടെ +6 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 21 കിട്ടും. 21ന്റെ കൂടെ +7 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 28. അതായത് ഈ കൗണ്ടിങ് നമ്പേഴ്സിന് ആഡ് ചെയ്ത് പോകുന്നതിനാണ് ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്തോ സ്ലൈഡ് ഒന്നും കൂടെ കാണിക്കൂ, സ്ക്രീൻഷോട്ട് എടുത്തു കേട്ടോ. ഓക്കെ, ഷുവർ. ഒരു മിനിറ്റ്. ഡൺ. ഗൗരി. ഓക്കെ, ഗൗരി വെള്ളം കുടിക്കാൻ പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഹാൻഡ് റേസ് ആണ് അപ്പോൾ. ഓക്കെ, നോ ഇഷ്യൂസ്. ഓക്കെ, ഡൺ. നെക്സ്റ്റിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് assertion and reasoning type. Assertion is the sequence 1, 3, 6, 10 is called triangular number. Reason, the sequence 1, 4, 9, 16 is called square numbers. രണ്ടും വായിച്ച് ബോത്ത് A and R are true. അതായത് assertion and reasoning type of questions നിങ്ങൾക്ക് അറിയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ഏത് ആൻസർ ആയിരിക്കും? Sequence 1, 3, 6, 10.
ഒന്ന് വായിച്ചു ക്വസ്റ്റ്യൻ നോക്കിക്കേ. മനസ്സിലായില്ല. ആ എടാ, അസേർഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ഓക്കെ, നോ, കേട്ടിട്ടില്ല മാം. കുഴപ്പമില്ല. ഞാൻ ഇനി പറയുന്നത് ഒന്ന് കേൾക്കോ എല്ലാരും? മ്യൂട്ട് ചെയ്തേ. ഓക്കെ, സോ ബേസിക്കലി അസേർഷൻ ആൻഡ് റീസണിംഗിൽ എന്ന് പറഞ്ഞാൽ അവരൊരു സ്റ്റേറ്റ്മെന്റ് തരും. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ? അസേർഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തരും. ആ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിക്ക് അവർ റീസൺ എന്ന് പറഞ്ഞിട്ട് തരും. അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ അവർ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരും. നമ്മൾ ഡിസൈഡ് ചെയ്യണം. നമുക്ക് അറിയാലോ കോൺസെപ്റ്റ് എന്താന്ന്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ആർ, അതായത് റീസണും കറക്റ്റാ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിന് എ ആൻഡ് ആർ എന്ന് പറയുന്നത് അസേർഷൻ ആൻഡ് റീസൺ ആണ്. അവർ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് തരും, അതിന്റെ റീസൺ തരും. ആ റീസൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയെന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് ചിലപ്പോൾ തെറ്റിയിട്ട് അവർ തരും, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതിനാണ് ഈ ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കിക്കേ. ആദ്യത്തെ ഓപ്ഷൻസിൽ പറയുന്നത് എ കറക്റ്റാ, ആറും കറക്റ്റാ, അസേർഷനും കറക്റ്റാ, റീസണും കറക്റ്റാ. ആറ് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായത് ആറ് വായിച്ച് എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട് എയുടെ എക്സ്പ്ലനേഷൻ എന്താന്ന്. നെക്സ്റ്റ് നോക്കിക്കേ, ആറും എയും കറക്റ്റാ, പക്ഷെ ആറ് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കണ്ടോ? ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായത് റീസൺ ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. ഇത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ABC എന്നുള്ളതിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് എൻ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ABC എന്ന് പറഞ്ഞിട്ടാണ് മാം, ഈ പറയേണ്ടത്. ABC ഇന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണോ? ആ, ഏതെങ്കിലും ഒരു ഓപ്ഷൻ MCQയിൽ എങ്ങനെ ഏതെങ്കിലും ഒന്ന് നമ്മൾ കറക്കി കുത്തില്ലേ? ഒന്നും അറിയില്ലെങ്കിൽ ഒന്ന് കറക്കി കുത്തി നോക്കില്ലേ? അതേപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഓക്കെ. ആദ്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞു സീക്വൻസ്. ജാൻവി പറഞ്ഞോടാ. ജാൻവി, മാം, യാ. അപ്പൊ ഈ ഡി കൊടുത്തിരിക്കുന്നതോ? എടാ, അതാ ഞാൻ പറഞ്ഞ അവര് ഓപ്ഷൻസ് ആ തന്നിരിക്കുന്നത്. അതായത് എ കറക്റ്റ് അല്ല, ആറ് ട്രൂ, അങ്ങനെ. എടാ, ഓപ്ഷൻസ് അത് ട്രൂ ഫോൾസ് എന്ന രീതിക്ക്. അതായത് സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസാ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആ. അതായത് ചില സമയത്ത് അവർ സ്റ്റേറ്റ്മെന്റ് തെറ്റി തരും. എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അവർ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തരില്ല എപ്പോഴും. ഓക്കെ, ചിലത് അവർ തെറ്റിയിട്ട് തരും. ക്ലിയർ ആണോ? ഓക്കെ, അതേപോലെ അതെ ഓപ്ഷൻസ്. ഇപ്പൊ ഒരു ഓപ്ഷൻ ഉള്ള ക്വസ്റ്റനിൽ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആൻസർ അല്ലല്ലോ, ഒന്നല്ലേ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ജാൻവി പറഞ്ഞോടാ. മാം ഞാൻ പിന്നെ ആൻസർ പറഞ്ഞോട്ടെ. പറഞ്ഞോടാ. വിച്ച് വൺ ഡു യു തിങ്ക്? ബോത്ത് ആർ കറക്റ്റ്. ബോത്ത് ആർ കറക്റ്റ്. പക്ഷെ രണ്ടെണ്ണം ഉണ്ടടാ. ബോത്ത് ആർ ട്രൂ. വിച്ച് വൺ ഡു യു തിങ്ക്? ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണോ, അതോ ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണോ? ഞാൻ ഒരു ക്ലൂ തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങൾ എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത എല്ലാവരും ഒരു മിനിറ്റ്. ഞാൻ ഒരു ക്ലൂ തരാം. ദി ഓപ്ഷൻ ഇസ് ബിറ്റ്വീൻ ഓപ്ഷൻ എ ആൻഡ് ബി. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചിട്ട് നോക്കിക്കേ, ഏത് ഓപ്ഷനാ നിങ്ങൾക്ക് തോന്നുന്നേ? ഓക്കെ, ഞാൻ പറയുന്നത് ചാറ്റ് ബോക്സ്. അൺമ്യൂട്ട് ചാറ്റ് ബോക്സിൽ മാത്രം ആൻസർ പറയാം. Can I say the answer? വേദിക ഒരു മിനിറ്റ് എടാ. കെൻ യു ലെറ്റ് മീ നോ ഇൻ ദ ചാറ്റ് ബോക്സ്? എൽസ ഭയങ്കര ബഹളമാവും, അതുകൊണ്ടാ. ഓക്കെ, ഓക്കെ, Miss ഞാൻ chat box ൽ ഇട്ടിക്ക്. ഓക്കെ. എടാ, ഐ എം അഗൈൻ Ma'am, ടെലിംഗ് ദ ആൻസർ ഇസ് ബിറ്റ്വീൻ excuse me, എ ma'am. ആൻഡ് ബി. ആ, Ma'am, ജാൻവി പറഞ്ഞോടാ. മാം പറഞ്ഞോടാ. എല്ലാവരോടും അൺമ്യൂട്ട് ചെയ്യാനാ പറഞ്ഞത്, അതുകൊണ്ടല്ല അൺമ്യൂട്ട് ചെയ്തതാ. ഓക്കെ, 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 ടീച്ചർ ഞാൻ ചാറ്റിൽ ഇട്ടു. ഓക്കേടാ. അദ്വൈത് ഓക്കെ കണ്ടു. ഗൗതം കൃഷ്ണ കണ്ടു. ആര്യൻ. എടാ, ഞാൻ പിന്നെയും പറയുന്നു, ആര്യൻ, അനിൽ ശ്രദ്ധിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷൻ എ ആൻഡ് ബി എന്ന് ഏതെങ്കിലും ഒന്നാണ്. മാം, എന്റെ ഒന്ന് കറക്റ്റ് നോക്കൂ. ഓക്കെ, What is the correct ഓക്കെ. സോ ദി explanation of A? മ്യൂട്ട് എല്ലാരും ഒന്ന് മ്യൂട്ട് ആക്കി. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, വേദിക പറഞ്ഞോടാ.
എന്താ മാം കൺഫ്യൂഷൻ എന്റെ ആണോ? കറക്റ്റ് ആണോ? എടാ ഒരു മിനിറ്റ്. ദി കറക്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ ഒന്ന് നോക്കിക്കേ. ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങൾ രണ്ട് സ്റ്റേറ്റ്മെന്റും വായിച്ചു കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദ സീക്വൻസ് ദിസ് ഇസ് ട്രയാങ്കുലർ. ഓക്കെ ഓക്കെ. പിന്നെ രണ്ടാമത്തത് പറയുന്നത് ഇത് സ്ക്വയറാ. ഇത് രണ്ടും എക്സ്പ്ലനേഷൻ ആണോ? അതായത് ഈ നമ്പേഴ്സ് 1, 3, 6, 10 ഇത് ട്രയാങ്കുലർ നമ്പേഴ്സ് എന്നാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? റീസൺ അല്ലല്ലോ. അവര് പിന്നെ അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ തന്നെ, വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഫോമില തന്നെ. അതുകൊണ്ട് നമ്മൾ പറയും ബോത്ത് കറക്റ്റ് ആണ്, പക്ഷെ ആർ ഇസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഗോട്ട് ദി ഐഡിയ? നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചേ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതായത് എസേർഷൻ ആൻഡ് റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 10ാം ക്ലാസ് വരെ നോ രക്ഷ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നോക്കുക. നിങ്ങൾക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തരും, നോക്കിക്കേ. എസേർഷൻ ആൻഡ് റീസൺ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് തരും. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ആദ്യം നോക്കുക. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം ഈ രണ്ട് ഓപ്ഷനിലേക്ക് പോവുക, എ ആൻഡ് ബി. ഓക്കെ, ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആണെങ്കിൽ നോക്കിക്കാൻ നമ്മുടെ അടുത്ത് ഓപ്ഷൻ ഉണ്ട് സി ആൻഡ് ഡി. ആദ്യം നോക്കേണ്ട കാര്യം വെദർ ദി ഓപ്ഷൻസ് ഗിവ്, അതായത് സ്റ്റേറ്റ്മെന്റ് ഗിവൻ ടു യു ഇസ് ട്രൂ ഓർ ഫോൾസ്. ഗോട്ട് ദി ഐഡിയ? ട്രൂ ഫോൾസ് എന്താണെന്ന് അറിയാലോ? ശരിയാണോ തെറ്റാണോ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ളതാണോ തെറ്റായിട്ടുള്ളതാണോ? ടീച്ചറെ ഓക്കെ, ആടാ പറഞ്ഞോ. ഈ ക്ലാസ് രണ്ട് അദ്വൈതാണോ? രണ്ട് അദ്വൈതം ഉണ്ടോ? ഉണ്ടാവടാ. ഒന്ന് ജസ്റ്റ് അദ്വൈത്, ഒന്ന് അദ്വൈത് എസ്. രണ്ട് ആറിൽ അദ്വൈത് എസ്. ഓക്കെ, ഞാൻ ഇനി തൊട്ടിട്ട് അങ്ങനെ വിളിക്കാം. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റും സിമിലർ ഒരു ക്വസ്റ്റ്യനാ. ഓക്കെ, നിങ്ങൾ ചാറ്റ് ബോക്സിൽ വായിച്ചോ, നിങ്ങൾ തന്നെ ഇരുന്ന് വായിക്കുക. ഓക്കെ, മ്യൂട്ട് ചെയ്തിട്ട് വായിക്കാം, മൈക്ക് ഓൺ ചെയ്തിട്ട് എല്ലാരെയും കേൾപ്പിക്കണ്ട, നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. ഓക്കെ, മ്യൂട്ട് ചെയ്തിട്ട് വായിക്കാം. ഡൺ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ റീസൺ ഇസ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീക്വൻസ് 2, 3, 5, 7 is 11. Reason: prime numbers have two factors which are 1 and the number itself. വായിച്ചേ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വൃത്തിക്ക് വായിച്ചേ എല്ലാവരും. ഈ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചേ, എന്നിട്ട് ഏത് ഓപ്ഷനാ തോന്നുന്നതെന്ന് പറയാം. ഇപ്പൊ നമ്മൾ പ്രൈം നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാം ആടാ പറഞ്ഞോ. ഈ മാം പ്രൈം നമ്പേഴ്സ് ഒന്ന് ഹാവ് ടു ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞില്ലേ? ആടാ ഈ മലയാളം ഒന്ന് പറഞ്ഞൊരു ആറ് പ്രൈം നമ്പേഴ്സിന്റെ. എന്തിന്റെ ആടാ? മാം ഇത് എഴുതണോ? വേണ്ടടാ. മാം ഈ പ്രൈം നമ്പേഴ്സ് ഹാവ് ടു ഫാക്ടേഴ്സ് വിച്ച് ആർ 1 ആൻഡ് എടുക്കണോ ബുക്കില്? ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞില്ലേ മാം? ആടാ ഒരു എടാ സഫയുടെ മൈക്ക് മാത്രം അൺമ്യൂട്ടാ, ബാക്കി എല്ലാരും മ്യൂട്ട് ആക്കിക്കേ. ബുക്കിൽ എഴുതിയെടുക്കണോ മാം? എടാ പൃഥ്വി, ഞാൻ ഇത് നേരത്തെ തൊട്ടിട്ടേ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത് മാത്രം എഴുതിയെടുത്താൽ മതി. ഓക്കെ ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്താ പോരാ? ആടാ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. സഫ പറഞ്ഞോടാ. മുഹമ്മദ് സഫാൻ പറഞ്ഞോ. പ്രൈം നമ്പർ ഹാവ് ടു ഫാക്ടേഴ്സ് വിച്ച് ആർ 1 ആൻഡ് ഇറ്റ്സെൽഫ് എന്ന് മാം പറഞ്ഞില്ലേ? ആടാ ഇതിന്റെ പറഞ്ഞോ. മലയാളം ഒന്ന് പറഞ്ഞു തരൂ. എടാ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ ടേബിളിൽ വരുന്നത്, അറിയോ? നമ്മൾ ടേബിളിൽ എഴുതത്തില്ലേ? ഓക്കെ, ആ നമ്പർ 1ന്റെ ടേബിളിലും ആ നമ്പറിന്റെ ടേബിളിലും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അതായത് ഇപ്പൊ ഞാൻ ഓക്കെ 11 എന്നൊരു നമ്പർ എടുത്തു. 11 ഏതെങ്കിലും വേറെ ടേബിളിൽ അറിയോ സഫ വരുന്നത് പോലെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. 11ന്റെ ടേബിളിലും 1ന്റെ ടേബിളിലും മാത്രമേ ഉള്ളൂ. സോ അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ജസ ഉമർ കുഴപ്പമില്ലടാ, നോ ഇഷ്യൂസ്. ഓക്കെ, കുറെ പേര് ആരാധ്യ മേനോൻ ഇറ്റ്സ് കറക്റ്റ്, അദ്വൈത് കറക്റ്റ് ആടാ. ജാൻവി പറഞ്ഞു. ഞാൻ ആൻസർ പറയട്ടെ. ജാൻവി ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ? ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞിട്ടെ. ഓക്കെ, എല്ലാരും സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ടൊന്ന് ഈ ഓക്കെ, ജാൻവി ഒന്നും കൂടി ആൻസർ ക്രോസ് ചെക്ക് ചെയ്യോ? ക്രോസ് ചെക്ക് ഇറ്റ് വൺസ് അഗൈൻ. റയാൻ നോ, ആര്യൻ അനിൽ ഇറ്റ്സ് കറക്റ്റ്, റയാൻ ഇൻകറക്റ്റ് ആടാ. ഒന്നും കൂടി ചെക്ക് ചെയ്തേ. അതായത് നിങ്ങൾ ട്രൂ ഓർ ഫോൾസ് ആണോ, ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് മാത്രം പറയാം. സിദ്ധാർത്ഥ് ഇറ്റ്സ് കറക്റ്റ്, ഗുഡ്. ബാക്കിയുള്ളവരോ?
മാം ഞാൻ ആൻസർ അയച്ചിട്ടുണ്ടോ നോക്കൂ മാം. ആടാ മാം ഒരു മിനിറ്റ്. ഞാൻ ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നു, നോക്കൂ. അമ്മയെ സ്നേഹ ഇറ്റ്സ് കറക്റ്റ്. ഒന്നും കൂടി നോക്കേ. അനൗഷ്ക ഒന്നും കൂടി നോക്ക്. അല്ല അനൗഷ്ക മാം ഇറ്റ്സ് കറക്റ്റ്. ഓപ്ഷൻ പറയണം ഒന്ന്. ആ മാം പറഞ്ഞോ. എന്റെ കറക്റ്റ് ആണെന്ന്. Okay. Okay, Tobit, I got it. I'll explain that part to you. Wait. Janvi, ഒന്നും കൂടി നോക്കിക്കേ. The first answer that you gave me was nearby. Okay, nearby ആയിരുന്നു. ശ്രീഹരി, it's correct. അമീറ ഒന്നും കൂടി ചെക്ക് ചെയ്തേ. തേജസ്വിനി ഒന്നും കൂടി ചെക്ക് ചെയ്തേ. മാം എന്റെ ഒന്ന് നോക്കൂ മാം. ആരായിരുന്നു? സഫ്വാൻ. സഫാൻ ഒന്നും കൂടി അയക്കോടാ. നിന്റെ ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല. ഭയങ്കര കുറെ മേലോട്ട് പോയി. ഒന്നും കൂടി അയക്കോ. ഓപ്ഷൻ മാത്രം അയച്ചാൽ മതി. ഓക്കെ ഓക്കെ. മാം. സഫാൻ കറക്റ്റാ. കറക്റ്റാ. എക്സാക്ട്ലി ഓക്കെ കറക്റ്റ്. ഓക്കെ. ഇനി നോക്കിക്കേ. സി ദി ഓപ്ഷൻ ഓവർ ഹിയർ ഇസ്, എല്ലാവരും ശ്രദ്ധിച്ച്, ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി എന്തുകൊണ്ടാന്ന് നോക്കുക. ക്വസ്റ്റ്യൻ എന്താ നമ്മുടെ അടുത്ത് ചോദിച്ചെണ്ണേ? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീക്വൻസസ്. ഓക്കെ, 2 3 5 7 എന്നൊരു ഇത് തന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ. 2 3 5 7 എന്നൊരു സീക്വൻസ് തന്നു. അവർ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ 11 ആയിരിക്കും. ഓക്കെ, അത് ട്രൂ ആണ്. ഓക്കെ, ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നത് ട്രൂ ആ. ഇനി ഞാൻ നോക്കേണ്ടത് ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താന്നുള്ളതാ. ഒരു മിനിറ്റ്. അദ്വൈത് ആരൽ അദ്വൈത, എടാ മതി, ഇത്രയേ അയച്ചാൽ മതി, എനിക്ക് മനസ്സിലായി. മതി മതി. ഓക്കെ ഓക്കെ ഡൺ. ഓക്കെ, സോ എനിക്ക് ഈ സീക്വൻസ് കണ്ടിട്ട് ഞാൻ പറയുന്നു ഓക്കെ ട്രൂ ആണ്. അടുത്തത് 11 ആ വരണ്ടേ. ഓക്കെ ഡൺ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. പ്രൈം നമ്പേഴ്സ്, ഇത് നമ്മൾ നേരത്തെ ഡീൽ ചെയ്ത സംഭവമാണ് പ്രൈം നമ്പേഴ്സ് എന്നുള്ളത്. ഓക്കെ, ശ്രീഹരി MS മതി. ഓക്കെ മതി. ആ, സോ നമ്മൾ പ്രൈം നമ്പേഴ്സ് ഡീൽ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈം നമ്പേഴ്സ് ഹാവ് ഓൺലി 2 ഫാക്ടേഴ്സ്. 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഫാക്ടേഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ടേബിളിന്റെ ഫോമാറ്റിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, സോ 2 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സിന്റെ ടേബിളിൽ മാത്രമേ ഇത് വരത്തുള്ളൂ. സോ നിങ്ങൾ ഇപ്പൊ നമ്പേഴ്സ് നോക്കിക്കേ. 2 എന്നുള്ളൊരു നമ്പർ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ദീക്ഷിത് ഐ കം ടു യു, കെൻ ഐ കംപ്ലീറ്റ് ദിസ് പാർട്ട് ആൻഡ് ദെൻ ഐ ആസ്ക് യു. ഓക്കെ, സോ 2 എന്നുള്ളൊരു നമ്പർ ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്കറിയാം 2 1ന്റെ ടേബിളും 2ന്റെ ടേബിളും മാത്രമല്ലേ വരൂ. 4ന്റെ ടേബിളിൽ എവിടെയെങ്കിലും നിങ്ങൾ 2 വരുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. സിമിലർലി 3ന്റെ കേസ് എടുത്ത് നോക്കിയേ. 3യും 1ന്റെയും 3ന്റെയും ടേബിളിൽ മാത്രമേ ഉള്ളൂ. 5 എടുത്ത് നോക്കിക്കേ. 5ഉം 1ന്റെയും 5ന്റെയും ടേബിളിൽ മാത്രമേ ഉള്ളൂ. 7 എടുത്ത് നോക്കിക്കേ, സെയിം. നെക്സ്റ്റ് ഇങ്ങനെ വരുന്ന നമ്പർ 8 നോക്കുക. 8 പറ്റൂല. 8 2ന്റെ ടേബിളിലും വരുന്നുണ്ട് 4ന്റെ ടേബിളിലും, അപ്പം റിജക്റ്റഡ്. 8 കഴിഞ്ഞിട്ട് 9 നോക്കുക. 9ഉം പറ്റൂല. 9 3ന്റെ ടേബിളിൽ വരുന്നുണ്ട് അല്ലേ. അടുത്തത് നോക്കുക 10ഉം പറ്റൂല. 10 5ന്റെ ടേബിളിലും വരുന്നുണ്ട് 2ന്റെയും. അടുത്തത് 11 നോക്കി. 11 നോക്കിക്കേ. 11 1ന്റെ ടേബിളിലും 11ന്റെ ടേബിളിലും മാത്രമല്ലേ വരുന്നുള്ളൂ. കറക്റ്റ് അല്ലേ? ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രൈം നമ്പേഴ്സ് അതായത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതുകൊണ്ട് ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഡൺ ആണോ? ഓക്കെ, ആരൊക്കെ ദീക്ഷിത് പറഞ്ഞോടാ. ദീക്ഷിത് അടുത്തതിലോട്ട് പോവാം. ആ, അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ആദ്യത്തെ ഫസ്റ്റ് സീക്വൻസ്. ഓക്കെ, ഫസ്റ്റിന്റെ ആൻസർ മാത്രം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എൻ്റെ അടുത്ത് പറയാം. ഓക്കെ, ഫസ്റ്റിന്റെ ആൻസർ മാത്രം. ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീക്വൻസ്. ശ്രദ്ധിച്ചു നോക്കുക. സീക്വൻസ് നോക്കിയിട്ട് പറയാം. ചാറ്റിലാണോ? ആ, ചാറ്റിൽ പറയാം. ഓക്കെ, ചാറ്റിൽ പറഞ്ഞാൽ മതി. മാം ഇത് ഏതിന്റെ ആണെന്നാണോ പറയാനുള്ളത്? എടാ നെക്സ്റ്റ് Next number ആണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നേ? The next time ആ, in the അപ്പൊ sequence. നെക്സ്റ്റ് നമ്പർ ഏതാന്നല്ലേ. ഓക്കെ ആ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നേരെ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, മാം ഞാൻ ആൻസർ ഇട്ടിരുന്നു, കറക്റ്റ് ആണെന്ന് നോക്കൂ. ആടാ ഒരു മിനിറ്റ്. ടീച്ചർ ഞാൻ ഇടാ. ഒരു മിനിറ്റ് നിങ്ങൾ ഒന്ന് ആൻസർ പറയാം. ഞാൻ ഒന്ന് നോക്കട്ടെ. ഇതിന്റെ ഇന്ന് ടെസ്റ്റിന്റെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ അതൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. നിങ്ങൾ ഒന്ന് നോക്കോ.
കുറെ പേര് ആൻസർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. മൗലിക് കറക്റ്റാ, ദീക്ഷിത് കറക്റ്റാ, തേജസ്വിനി കറക്റ്റാ, വേദിക കറക്റ്റാ, അദ്വൈത് കറക്റ്റാ, ജാൻവി കറക്റ്റാ, ദിയലക്ഷ്മി ഒന്നും കൂടി ചെക്ക് ചെയ്യടാ. ദൃശ്യ ദൃശ്യ കറക്റ്റാ, ഐഷ അസ്വ ഒന്നും കൂടി ചെക്ക് ചെയ്യേ. എന്തോ ഏതദ്വൈതാ? ഏത് അദ്വൈതായിരുന്നു? അദ്വൈത് എസ് അല്ലല്ലോ. അദ്വൈത് എസ് അല്ല. അദ്വൈത് 101401 റോൾ നമ്പർ ഉള്ള അദ്വൈത്, ഓൺലി അദ്വൈത്. ഓക്കെ, ഐഷ അസ്വ ഒന്നും കൂടി നോക്കിക്കേ. ശ്രീഹരി എസ് നായർ ഒന്നും കൂടി നോക്കിക്കേ. ശ്രീഹരി MS കറക്റ്റാ. ഇനി ടൈപ്പ് ചെയ്യണ്ടേ. ഓക്കെ, ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. ഒരു മിനിറ്റ്. ഒരു വോയിസ് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് ചോദിച്ചു നോക്കട്ടെ. ഒന്ന് മ്യൂട്ട് ചെയ്യോ? സോറി മാം. Okay, so the next term in the series will be equal to 8. Yeah, wait. The next term in the series will be equal to 8. 8 എന്തുകൊണ്ടായിരിക്കും? ഓക്കെ, നമ്മളിപ്പോ കുറച്ചു നേരം മുന്നേ നോക്കിയ വിരഹങ്ക നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് ഇത്. ഓക്കെ, സോ Ma'am. അതുകൊണ്ടായിരിക്കും ആടാ പറഞ്ഞോ. ഞാൻ ഈ രണ്ടോട്ട് അയച്ചായിരുന്നു മാം, കണ്ടില്ലെന്ന് തോന്നുന്നു. എടാ, ഞാൻ എനിക്ക് ആ ടെസ്റ്റിന്റെ ഒന്ന് ചോദിക്കാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. കുറെ പേര് അയച്ചിട്ടുണ്ട്, ഇടയ്ക്ക് അങ്ങനെ മിസ്സായി പോകും, ഒന്ന് ക്ഷമിക്കുക. എനിക്ക് 34 പിള്ളേരുണ്ട്, എല്ലാവരുടെയും നോക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ഒന്ന് എന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുക. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. മിസ്സിംഗ് ടേം ഇൻ ദ സീക്വൻസ്. ഓക്കെ, ആടാ പറഞ്ഞോ. ആദ്യത്തെ ക്വസ്റ്റ്യന് രണ്ടൊന്നുണ്ടോ? രണ്ടൊന്നുണ്ട്. 0 1, അത് കഴിഞ്ഞിട്ട് പിന്നെയും 1 ഉണ്ട്. കാരണം നോക്കിക്കേ, വിരഹങ്ക നമ്പേഴ്സിൽ എന്താ തൊട്ട് പിന്നിൽ കിടക്കുന്ന നമ്പർ ആയിട്ടല്ലേ ആഡ് ചെയ്യുക. അപ്പൊ 1ന്റെ പിന്നിൽ കിടക്കുന്ന നമ്പർ എന്താ? 0 അല്ലേ. അപ്പൊ ഒന്നും കൂടി 1 വരും. 0 + 1 1 വന്നു. പിന്നെ 1ന്റെ തൊട്ട് പിന്നിൽ കിടക്കുന്ന 1 ഇറ്റ്സെൽഫാ. സോ 1 + 1 2. അതായത് തൊട്ട് പിന്നിൽ കിടക്കുന്ന നമ്പർ ആയിട്ട് ആഡ് ചെയ്തിട്ടാ സീക്വൻസ് പോകുന്നത്. ഓക്കെ മാം, 2ന്റെ ആൻസർ അയക്കട്ടെ? അയച്ചോ. എല്ലാരും സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എനിക്ക് ഒന്ന് അയക്കോ. മാഡം, പറഞ്ഞോ. ഇത് 8 എങ്ങനെ വന്നു പറഞ്ഞുതരുമോ? എടാ, വിരഹങ്ക നമ്പർ സീരീസാ. ഓക്കെ, വിരഹങ്ക നമ്പർ സീരീസിന്റെ ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ, അതായത് തൊട്ട് പിന്നിൽ കിടക്കുന്ന നമ്പറിനെ ആഡ് ചെയ്തിട്ടാണ് ഈ സീക്വൻസ് ഫോം ചെയ്തന്നെ. ഓക്കെ, അതായത് 0 വന്നു. പറഞ്ഞോ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇല്ലേ, അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ. എല്ലാരെയും കൊണ്ട് ഞാൻ പറയിപ്പിച്ച് നിന്ന് കുറേ സമയം എടുക്കും, അതുകൊണ്ടാ. ഞാൻ ആൻസേഴ്സ് കാണുന്നുണ്ട്. ആണോ? ഓക്കെ, ഡൺ. നിങ്ങൾ നമ്പർ ഓഫ് സീറോസ് ഒന്ന് ഞാൻ എഴുതുമ്പോൾ ക്രോസ് ചെക്ക് ചെയ്യണേ. ആൻസറിന്റെ വേ നിങ്ങൾ പറയുന്നത് കറക്റ്റ്. നമ്പർ ഓഫ് സീറോസ് ഒന്ന് ഞാൻ എഴുതുമ്പോൾ കറക്റ്റ് ചെയ്യണേ. എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. കുഴപ്പമില്ലല്ലോ. എടാ, ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്തേ. ഒച്ചപ്പാടുണ്ടാക്കല്ലേ. സബർ കറോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇടാവോ? ഇട്ട് പൊക്കോ, കുഴപ്പമില്ല. ഞാൻ പിന്നെ അപ്പൊ നോക്കിയില്ല എന്നൊന്നും എന്റെ അടുത്ത് പറയല്ലേ. ആൻസേഴ്സ് ഇട്ട് പൊക്കോ. ഞാൻ ഡിസ്കസ് ചെയ്ത് പോവാം, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ആടാ പറഞ്ഞോ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യന് 3 6 9 കഴിഞ്ഞുള്ളതും 15 കഴിഞ്ഞുള്ളതും അതെ അതല്ലേ ചോദിച്ചിട്ടുള്ളേ. പൃഥ്വി, ഞാൻ പിന്നെയും പറയുന്നു, ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്റെ അടുത്ത് ചോദിക്കേ. ക്വസ്റ്റ്യൻ വായിക്ക്, എന്നിട്ട് ചോദിക്ക്. മിസ്സിംഗ് ടേം 2 എണ്ണം ചോദിച്ചിട്ടുണ്ട്. 2 മിസ്സിംഗ് ടേം. അതുകൊണ്ടാണ് അവിടെ ഡാഷ് കിടക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കേ. ഓക്കെ, ഇവിടെ നോക്കിക്കേ എല്ലാവരും. അവര് ചോദിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ചോദിക്കുന്ന ദ മിസ്സിംഗ് ടേം ഇൻ ദ സീക്വൻസ്. ഓക്കെ, സോ ദ മിസ്സിംഗ് ടേം ഇൻ ദ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം 1 വന്നു, പിന്നെ 100 വന്നു. സോറി എടാ, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഒരു മിനിറ്റ്, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്തോട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ,
ആദ്യം 1 വന്നു, ദെൻ 10. ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ ടേം കൂടും തോറും, അതായത് നെക്സ്റ്റ് 1000 വന്നു, 1000 കഴിഞ്ഞിട്ട് 10,000. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരാൾ മിസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. അതായത് എല്ലാ ടേം കഴിയുമ്പോൾ ഒരു 0 ഇൻക്രീസ് ആയിട്ടാണ് പോകുന്നത്. കറക്റ്റ് അല്ലേ? ആദ്യം 1000ൽ 3 സീറോസ് ഉണ്ട്, നെക്സ്റ്റില് 4 സീറോസ് ആണല്ലേ, റൈറ്റ്? അപ്പം ഇടയ്ക്ക് ഇവിടെ 100 അല്ലേ വരണ്ടേ? മിസ്സിംഗ് ടേം അവര് ചോദിക്കുന്നത്. സോ മിസ്സിംഗ് ടേം ഇസ് 100. ഗോട്ട് ദ പോയിന്റ്? ഓരോ ടേം പോകും തോറും ഓരോ സീറോയാണ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഗോട്ട് ദി ഐഡിയ? അതുകൊണ്ട് അവർ ചോദിച്ച ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ടേം അല്ല. ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വായിക്കുക. അവര് മിസ്സിംഗ് ടേം ആ ചോദിക്കുന്നത്, നെക്സ്റ്റ് ടേം അല്ല. ടീച്ചർ, ആടാ, പറഞ്ഞോ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞോട്ടെ. ആ, ആൻസർ എനിക്ക് ചാറ്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ. ആൻസർ എല്ലാരും ചാറ്റ് ബോക്സ്. നൗഷ്ക പറഞ്ഞോ. മാം, ഞാൻ 100 ആണ് ചെയ്തത് സെക്കൻഡ് ആൻസർ. ഓക്കെ, കറക്റ്റാ, ഡൺ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ എല്ലാവരും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അഗൈൻ ദ മിസ്സിംഗ് ടേം ഇൻ ദ സീക്വൻസ് 369. ഇവിടെ ഒരു മിസ്സിംഗ് ഉണ്ട്. 15 കഴിഞ്ഞിട്ട് പിന്നെ 15ന്റെ മുന്നേ 15ന്റെ ശേഷമാണ് മിസ്സിംഗ് വരുന്നത്. ഇഷാൻ കറക്റ്റാ? തോബിത് ഒരു നമ്പർ കറക്റ്റാടാ. അമീറ ഒന്നും കൂടി നോക്കുക. വേദിക 100802 കറക്റ്റാ. ദെൻ ജുവാൻ കറക്റ്റാ, മൗലിക് കറക്റ്റാ. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആള് മാത്രം. എല്ലാരും കൂടി ബഹളം വെക്കരുത്. സബർ കറോ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു, അങ്ങനെ ചോദിക്കുന്നത് ഞാൻ പറയില്ല കേട്ടോ. പിന്നെ ഞാൻ ചോദിക്കില്ലേ? മാം, എന്റെ കറക്റ്റ് ഇല്ലേ നോക്ക, ചാറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. സഫാൻ കറക്റ്റാ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചോദിക്കട്ടെ. ആരാധ്യ മേനോൻ കേൾക്കുന്നുണ്ടോ? ആരാധ്യ മേനോൻ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കും അത്. ചെയ്തോണ്ടിരിക്കുകയാണോ? ഓക്കെ, നോ ഇഷ്യൂസ്. ഓക്കെ, ഹാൻഡിൽ ചെയ്യാമേ. ഓക്കെ. നെക്സ്റ്റ് ചിക്വേറ്റ മെറിൻ തോമസ്. ഓക്കെ, വെയിറ്റ് ശ്യാം ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ ഒന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾ എഴുതി കഴിഞ്ഞ ഒന്ന് തന്നെ ക്രോസ് വെരിഫൈ ചെയ്യൂ. എനിക്ക് എല്ലാവരുടെയും ആൻസർ ക്രോസ് വെരിഫൈ ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ, ഞാൻ ആൻസർ ഡിസ്കസ് ചെയ്തിട്ട് അത് നിങ്ങളുടെ കറക്റ്റ് ആണോ അല്ലയോ എന്നൊന്ന് നോക്കുവോ നിങ്ങള്? ഓക്കെ, ചിക്വേറ്റ ഞാൻ ചോദിക്കട്ടെ, 15ന്റെ തൊട്ട് മുന്നേ, അതായത് 9 കഴിഞ്ഞിട്ട് ഏത് നമ്പർ ആടാ വരാ? 12. ഓക്കെ, ഡൺ, കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പേഴ്സൺ. ചിക്വേറ്റ ഡൺ, വെരി ഗുഡ്. നെക്സ്റ്റ് ആളുടെ അടുത്ത് ചോദിക്കട്ടെ. ശ്യാം, 15 കഴിഞ്ഞിട്ട് ഏത് നമ്പർ വരാ? എന്തോ? 15 കഴിഞ്ഞിട്ട് ഏത് നമ്പർ ആടാ? ഓക്കെ, 21. ഓക്കെ, ഹെൽവൻ പറഞ്ഞോടാ, 15 കഴിഞ്ഞിട്ട് ഏത് നമ്പർ എഴുതിയേ? മാം 18. 18. ഓക്കെ, ഡൺ. ദിയ ലക്ഷ്മി പറഞ്ഞോ. 18. ഓക്കെ, അദ്വൈത് എസ്. ഓക്കെ, ഇറ്റ്സ് 18 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 18 ആണ് വരുന്നത്. എല്ലാരും സെയിം ആണോ എഴുതിയേ? സോ ബേസിക്കലി ദിസ് മിസ്സിംഗ് ടേം ഇൻ ദ സീക്വൻസ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത്, ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് എന്താ 3ന്റെ ടേബിൾ ആണ്, 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് ഇവിടെ ബേസിക്കലി അവർ സീക്വൻസ് ആയിട്ട് എഴുതിയത്. ഓക്കെ, നൗ ഈ ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയോ എനിക്ക് ഡൗട്ട് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊന്ന് പറയാം എൻ്റെ അടുത്ത്. ഡാഷ് ഇസ് എ പോളിഗൺ ഇസ് എ ഷേപ്പ് വിത്ത് ഓൾ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ആർ ഈക്വൽ. അതായത് എല്ലാ സൈഡും എല്ലാം ഈക്വലാ, സൈഡും ആംഗിളും ഈക്വലാ. വേദിക 100802. മാം, ഇക്വിലാറ്ററൽ ആണോ? അല്ലടാ, ഈക്വലാറ്ററൽ അല്ല. ഒന്നും കൂടി ദൃശ്യ പറഞ്ഞോടാ. മാം, എറിൻ പറഞ്ഞോ. മാം, എന്റെ ടാബില് ചാർജ് കുറവാണ്. എടാ, ഒന്ന് ചാർജിന് പ്ലഗ് ഇൻ ചെയ്യാവോ? എടാ, നിങ്ങൾ ഒന്ന് ഒരു മിനിറ്റ് നിക്കോ. മൗലിക് പറഞ്ഞോ. മൗലിക് ട്രയാങ്കിൾ അല്ലേ മാം? റെഗുലർ. ഓക്കെ, ഡൺ. തേജസ്വിനി പറഞ്ഞോടാ. ക്യൂബ്. സ്ക്വയർ ആണോ?
സ്ക്വയർ. ഓക്കെ, ഡൺ. നോക്കട്ടെ അടുത്ത ആളുടെ അടുത്ത്. ശ്രീഹരി എസ് നായർ പറഞ്ഞോടാ. ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലേറ്ററൽ അല്ലടാ, അതല്ല. ഓക്കെ, ഇവിടെ നോക്കിക്കേ. സോ ബേസിക്കലി നമ്മള് പോളിഗൺ എന്ന് പറഞ്ഞ ഷേപ്പ്, അതായത് അതിന് കുറെ സൈഡ്സും ആംഗിൾസും ഒക്കെ ഉണ്ടാവും. സോ ദി ആൻസർ ഇസ് റെഗുലർ. ഒരു റെഗുലർ പോളിഗൺ ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ഏകദേശം ചിലർ ഈക്വിലാറ്ററൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ ട്രയാങ്കിളിന്റെ കേസിലാ. ഓക്കെ, നമ്മൾ റെഗുലർ പോളിഗന്റെ കേസിൽ അതിന്റെ എല്ലാം സൈഡ് ഈക്വൽ ആയിരിക്കും, അതിന്റെ എല്ലാം ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത് ഒന്ന് ശ്രദ്ധിച്ചു വെക്കാൻ മുന്നോട്ടും ആവശ്യമുള്ള ഒരു പോയിന്റ് ആണ്. വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോ. ഓക്കെ, എല്ലാവരും ഇത് എഴുതിയെടുത്തോ. A regular polygon is a shape with all sides and angles equal. ഓക്കെ, ഇതെല്ലാവരും നോട്ട് ചെയ്തെടുത്തോ. ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്തോ. ഓക്കെ, a regular polygon is a shape with all sides and angles equal. ഓക്കെ, എഴുതിയെടുത്തോ എല്ലാവരും. തേജസ്വിനി കൺഫ്യൂഷൻ ആണോടാ? ഹാൻഡ് റേസ് ആക്കിന കൺഫ്യൂഷൻ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇത് കാണുന്നില്ല. എടാ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, എന്താ കാണാത്തെ? എടാ, ഒന്ന് ചാറ്റ് ബോക്സിൽ പറയും നിങ്ങൾ എല്ലാരും. ഐരൻ എന്താ കുറെ നേരമായിട്ട് ഐരൻ പറയുന്നുണ്ടല്ലോ, എന്ത് പറ്റിയടാ? മാം എന്റെ ടാബില് ചാർജ് കുറവാ, പിന്നെ ഇവിടെ കറണ്ടും ഇല്ല. ആണോ? ഞാൻ ഒന്ന് ലീവ് ആയിക്കോട്ടെ. ക്ലാസ് ടീച്ചറിനെ ഇൻഫോം ചെയ്തിട്ട് ലീവ് ചെയ്തോട്ടോ. ഓക്കെ ഐരൻ, ക്ലാസ് ടീച്ചറിനെ ഇൻഫോം ചെയ്തിട്ട് ലീവ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ആടാ പറഞ്ഞോ. ഞാൻ റെഗുലർ ട്രയാങ്കിൾ ആണ് പറഞ്ഞത്. റെഗുലർ. ഒരാളാണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്. ഗുഡ്. ഓക്കെ, ഞാൻ ഇടയ്ക്ക് വിട്ടുപോയതോ, സോറി. ഗുഡ്. ഓക്കെ, റെഗുലർ ആണ് നമ്മൾ പറയാം, റെഗുലർ പോളിഗൺ. ഡൺ ആണോ? എല്ലാവരും എഴുതിയെടുത്തോ. ഓക്കെ, നെക്സ്റ്റ് ദ ഫിഫ്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത് ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. എഴുതിയെടുത്തോ എല്ലാവരും? കഴിഞ്ഞോ? അമേയ, ഫയ, എഴുതിയെടുത്തോടാ. ഓക്കെ, ഡൺ. ഇനി എല്ലാവരും ഫിഫ്ത് ക്വസ്റ്റ്യൻ, കഴിഞ്ഞവരെല്ലാവരും ഫിഫ്ത് ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കുക. മാം, ഓക്കെ, ആടാ പറഞ്ഞോ. എന്റെ നെറ്റ് എപ്പോഴും പോകുന്നുണ്ട് മാം. ഓക്കെ, ഒന്ന് ക്ലാസ് ടീച്ചറിനെ ഇൻഫോം ചെയ്യോ. എനിക്ക് എങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ, ടെക്നിക്കൽ ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ക്ലാസ് ടീച്ചറിനെ ഒന്ന് ഇൻഫോം ചെയ്യാം. ഓക്കെ, ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ക്വയേഴ്സ് 1496 represents the dash of the numbers. സിമ്പിൾ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ സീക്വൻസ്, അതായത് ദ സ്ക്വയേഴ്സ് 1, 4, 9, 16 Ma'am, represents. ആടാ പറഞ്ഞോ. ആൻസർ ചാറ്റിലല്ലേ? ആൻസർ ചാറ്റിൽ ചാറ്റിൽ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, എടാ, ഇതില് നെക്സ്റ്റ് നമ്പർ ഏതാന്നല്ല അവര് ചോദിച്ചെന്നെ. ഓക്കെ, കുറച്ച് പേര് 25 എന്ന് എനിക്ക് ഇട്ടിട്ടുണ്ട്. 25 അങ്ങനെ നെക്സ്റ്റ് നമ്പർ അല്ല, റെപ്രസെന്റ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കൂ എല്ലാവരും, എന്നിട്ട് നിങ്ങൾ ആൻസർ പറ. ഓക്കെ, ധൃതി പിടിക്കില്ലേ. ഞാൻ ചാറ്റ് ബോക്സിൽ ആൻസർ ഓക്കെ, ഇട്ടിട്ടുണ്ടായി. കുറെ പേരുടെ കറക്റ്റാ. ഓക്കെ, എനിക്ക് ആൻസർ പറയാമോ മാം? ആൻസർ പറയാമോ? ഞാൻ ചോദിക്കുന്നവര് മാത്രം പറഞ്ഞാൽ മതി. എല്ലാവരും ഒന്ന് മാം, മ്യൂട്ട് ചെയ്തേ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല മാം, പറഞ്ഞു മ്യൂട്ട് ചെയ്യാ. ഓക്കെ, ടീച്ചർ. ആടാ. ഞാൻ ഇട്ടായിരുന്നു ചാറ്റ് ബോക്സ്. ഓക്കെ, ഡൺ. ഓക്കെ, നോ ഇഷ്യൂസ്, ഞാൻ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി ഇതിന്റെ ആൻസർ വരിക റെപ്രസെന്റ്സ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി നമ്പർ. ഓക്കെ, സ്ക്വയേഴ്സ് ഓഫ് ദി നമ്പർ. ഒരു മിനിറ്റ്, സ്ലിപ്പ് ആയി പോയി. സ്ക്വയേഴ്സ് ഓഫ് ദി നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഇപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്ത് ഡൗട്ട് ചോദിക്കല്ലേ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ആദ്യം. ഓക്കെ, സോ ബേസിക്കലി സ്ക്വയേഴ്സ് ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞു. സ്ക്വയർ എന്ന് പറഞ്ഞുള്ള കോൺസെപ്റ്റിന്റെ ഐഡിയ എന്തായിരുന്നു? നമ്പർ ബീങ് മൾട്ടിപ്ലൈ ടു ഇറ്റ് സെൽഫ് അല്ലേ? നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ ഏത് നമ്പർ എടുത്താലും, ഓക്കെ, നമ്പർ ഇൻടു നമ്പർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും. അതായത് ഞാനിവിടെ ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ, എന്തോ ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, ഇവിടെ നോക്കിക്കേ. സോ ബേസിക്കലി സ്ക്വയർ ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഇൻടു നമ്പർ. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എടാ നിങ്ങൾ സ്ക്വയർ ഓഫ് 2 കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? 2 ഇൻറ്റു 2 ചെയ്യാം. ഡണ്ണാണോ? ഇതാണ് കോൺസെപ്റ്റ് വരുന്നത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ 2 ഇൻറ്റു 2 ഇസ് 4. സിമിലർലി ഇപ്പൊ ഞാൻ റാൻഡംലി പറയാണ്, എടാ നിങ്ങൾ സ്ക്വയർ ഓഫ് 11 കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? 11
into 11. 11 അതിനായിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 121. ഗോട്ട് ദി ഐഡിയ? ഞാൻ ഒരു നമ്പർ തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്നല്ലേ? എനിക്ക് ചാറ്റ് ബോക്സിൽ ആൻസർ പറയാം. ഞാൻ ചോദിക്കാണ്, വാട്ട് വിൽ ബി ദ സ്ക്വയർ ഓഫ് 12? 12 into 12. ഓക്കെ, ആരും അൺമ്യൂട്ട് ചെയ്യണ്ട. ചാറ്റ് ബോക്സിൽ മാത്രം തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ആൻസർ പറഞ്ഞു തന്നേ. എന്തായിരിക്കും? 12 into 12, അതായത് സ്ക്വയർ എന്ന് പറഞ്ഞ ആ നമ്പറിനെ അതിനായിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. റയാൻ ഒന്നും കൂടി നോക്കിക്കേ. തേജസ്വിനി കറക്റ്റാ. വെരി ഗുഡ്, ഗുഡ് ഗുഡ് ഗുഡ്. പെട്ടെന്ന് ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. റയാൻ ഒന്നും കൂടി നോക്കേ. ആരാധ്യ മേനൻ ഇറ്റ്സ് കറക്റ്റ്. ഗൗതം നോ. ഗൗതം, അമീര ജോഷി, എടാ ഒന്നും കൂടി നോക്കടാ. 12 into 12 ആ പറഞ്ഞ, 12 into 2 അല്ല. ദീക്ഷിത് ഇറ്റ്സ് കറക്റ്റ്. സിദ്ധാർത്ഥ് കൃഷ്ണ ഒന്നും കൂടി നോക്കിക്കേ. ദിയാലക്ഷ്മി ഒന്നും കൂടി നോക്കിക്കേ. ഗൗരി ഒന്നും കൂടി നോക്കാം. മൗലിക് കറക്റ്റാ. മാമേ ഏത് അദ്വൈതേസ് ഇറ്റ്സ് ആൻസർ കറക്റ്റ്. മാമേ? എടാ നീ ഒന്ന് ഇവിടെ ശ്രദ്ധിക്കോ. ഇവിടെ കുറെ പേര് ആൻസർ പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കോ കുറച്ചു നേരം. ഞാൻ ചോദിക്കുന്ന വാട്ട് വിൽ ബി ഏത്? സ്ക്വയർ ഓഫ് 12? ഓക്കെ, ഏ? സ്ക്വയർ ഓഫ് 12. മാം Yes. അങ്ങനൊരു ഒstiല്ലല്ലേ? എനിക്ക് ക്വസ്റ്റ്യൻ തന്നൂടെ? ഓ അങ്ങനെ. ആ അങ്ങനെ. ഓക്കെ, ഇവിടെ മാം ശ്രദ്ധിച്ചു എന്റെ കഴിഞ്ഞാൽ അത് കറക്റ്റ് കേൾക്കും. തന്നെ നോക്കോ മാം. ആടാ, ഓക്കെ, ഡൺ. മാം എന്റെ കറക്റ്റ് ആണെന്ന് നോക്കുവോ? 12 into 12 വേണം മാം. ഓക്കെ, കുറെ പേര് സിദ്ധാർത്ഥിന്റെ കറക്റ്റാ, അദ്വൈതസിന്റെ കറക്റ്റാ. ഓക്കെ, ഗൗരി കറക്റ്റാ. ജാൻവി ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യോടാ. സിദ്ധാർത്ഥ്, ആര്യൻ കറക്റ്റാ. ഞാൻ നോക്കി വരുവാ. നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്യല്ലോ. ഒന്ന് മ്യൂട്ട് ചെയ്യോ. ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചെല്ലാരും. ഓക്കെ, അദ്വൈതസ് കറക്റ്റാ. ശ്രീഹരി എസ് നായർ കറക്റ്റാ. അനൗഷ്ക, എന്താടാ കൺഫ്യൂഷൻ? 12 into 12 അല്ലേ? ആടാ, എക്സാക്ട്ലി 12 into 12. ഓക്കെ ഓക്കെ, 12 into 12 ആണ് ചോദിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ദി ആൻസർ വിൽ ബി 144. അമീറ, എന്താടാ കൺഫ്യൂഷൻ ചോദിച്ചോ? ഓക്കെ, എല്ലാവർക്കും 144 തന്നെയാണോ കിട്ടിയത്? സോ സ്ക്വയർ ഓഫ് എ നമ്പർ, അതായത് നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ സ്ക്വയർ എന്നാണ് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസും അത് തന്നെയാണ്. സോ വിൽ സേ ഇറ്റ് ആസ് റെപ്രസെന്റ്സ് ദി സ്ക്വയർസ് ഓഫ് ദി നമ്പർ. ഓക്കെ, ഡൺ. ഇനി നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ നോക്കിക്കേ. 6th ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാ. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയാമെന്ന് എനിക്കറിയാം. ആൻസർ ചാറ്റ് ബോക്സിൽ മാത്രം പറയാം. ഓക്കെ, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കില്ലേ പ്ലീസ്. ഓക്കെ, ജാൻവി ഇറ്റ്സ് കറക്റ്റ്. ഓക്കെ, 6th question. The pattern 1, 3, 5, 7, 9 is a sequence of what numbers? ഏത് നമ്പേഴ്സിന്റെ സീക്വൻസ്? ദൃശ്യ ഇറ്റ്സ് കറക്റ്റ്. റയാൻ കറക്റ്റാ. ശ്യാം കറക്റ്റ്. ഗൗതം കൃഷ്ണ കറക്റ്റ്. വേദിക കറക്റ്റ്. അദ്വൈത് കറക്റ്റാ. Okay, so the sequence will be odd numbers, right? Odd numbers-ന്റെ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ? മാം ഞാൻ നമ്പേഴ്സ് ഒന്നും ഇട്ടില്ല, ഓടൊന്നും മാത്രമേ ഇട്ടുള്ളൂ. അത് ആ, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. അതേടെ നെക്സ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, നമ്പേഴ്സ് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അത് കുഴപ്പമില്ല. ഓക്കെ മാം. ഓക്കെ, ഡൺ. കൺഫ്യൂഷൻസ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മൾ ചെയ്തു. ട്രൂ, ഇത് നമ്മൾ ചെയ്തിട്ടില്ല. ട്രൂ ഓർ ഫോൾസോ? സോറി, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. കാണിച്ചു തരുമോ പ്ലീസ്? എന്തോടാ? മറ്റേതൊന്ന് ഓക്കെ. സ്ക്രീൻഷോട്ട് എടുക്കാനുണ്ടായിരുന്നു. സ്ക്രീൻഷോട്ട് എടുത്തോ. ടീച്ചറെ ആടാ, പറഞ്ഞോ. നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ഇല്ല, സൺഡേ ഈസ് എ ഹോളിഡേ. ഓക്കെ, ഡൺ. എടുത്തോ കഴിഞ്ഞോ? പറഞ്ഞോ. എനിക്ക് ആ ഫിഫ്ത്ത് വണ് തീരെ മനസ്സിലായിട്ടില്ല. ഒന്നുകൂടി എടാ ഇത് സീരീസ് ഈ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ലേ, നമ്പർ ഇൻറ്റു നമ്പർ, 2 into 2, 3 into 3, അതിനെ നമ്മൾ പേര് വിളിക്കുന്നതാണ് സ്ക്വയർ ഓഫ് എ നമ്പർ. ഇഫ് ഐ എം ആസ്കിങ് യു, അതായത് ഒന്ന് മ്യൂട്ട് ചെയ്യോ. ഒരാളുടെ ഡീൽ ചെയ്തതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പറയുമ്പോൾ മൊത്തത്തിൽ ക്ലാഷ് ആവുക. ഓക്കെ, ഒന്ന് ഡീൽ ചെയ്തോട്ടെ ആദ്യം. ഓക്കെ, നിങ്ങൾ ബാക്കിയുള്ളവരും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക. ജാൻവി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളവർ ട്രൂ ഫോൾസിലേക്ക് പോവുക. ആൻസർ ഞാൻ നോക്കാം. നിങ്ങളൊന്ന് ആൻസർ എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ പറയുമ്പോൾ കറക്റ്റ് ആണോ അല്ലയോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, ജാൻവി, സ്ക്വയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത് ദ നമ്പർ ബീങ് മൾട്ടിപ്ലൈ ടു ഇറ്റ് സെൽഫ്.
ഓക്കെ. സോ നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് കണ്ടറിയാം 1, 4, 9, 16 എന്നൊക്കെയാ. അത് സ്ക്വയർ നമ്പേഴ്സ് ആണ്. ഈ നമ്പേഴ്സ്, അതായത് 1ന്റെ സ്ക്വയർ എന്താ 1 ആയിരിക്കും. 1 ഇൻറ്റു 1. ഓക്കെ. സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ടേം ഉണ്ട് നമുക്ക് മാത്സിൽ. അതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ നമ്പർ ബീങ് മൾട്ടിപ്ലൈ ടു ഇറ്റ് സെൽഫ്. അതുകൊണ്ടാണ് അവിടെ സ്ക്വയർ എന്ന് പറയുന്നത്. വേറെ ഒരു, അതായത് ഒരു കോംപ്ലക്സും ഒന്നുമില്ല. ദ നമ്പർ ബീങ് മൾട്ടിപ്ലൈ ടു ഇറ്റ് സെൽഫ്, അതിനാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഞാൻ ചോദിക്കുന്ന ആള് എന്റെ അടുത്ത് Okay, ma'am. ചോദിക്കും. ഓക്കെ, എന്റെ അടുത്ത് ചോദിക്കോ അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ട്രൂ ഓർ ഫോൾസ് പറയാം. ഓക്കെ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, തോബിത്ത് കേൾക്കുന്നുണ്ടോടാ? തോബിത്ത്. ആ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദ സീക്വൻസ് 1, 2, 3, 4, 5, 6 counting is called counting numbers. What do you think? It's true or false? False. Okay. Next. Okay. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ച് അൺമ്യൂട്ട് ആക്കല്ലേ പ്ലീസ്. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം മ്യൂട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, ഡൺ. ഓക്കെ. ഫയ കേൾക്കുന്നുണ്ടോടാ? ഫയ S94790. ഫയ ട്രൂ ആയിരിക്കും ഫോൾസ് ആയിരിക്കും ഫയ? എന്താടാ കേൾക്കുന്നില്ല? ട്രൂ. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ചോദിക്കട്ടെ. ജസ ഉമർ കേൾക്കുന്നുണ്ടോ? ജസ ഉമർ കേൾക്കുന്നുണ്ടോ? ട്രൂ ആയിരിക്കോ ഫോൾസ് ആയിരിക്കോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡീൽ ചെയ്യുന്നത്. ട്രൂ. ഓക്കെ. സിദ്ധാർത്ഥ് കൃഷ്ണ, ട്രൂ ആയിരിക്കോ ഫോൾസ് ആയിരിക്കോ? ട്രൂ. ഓക്കെ. നെക്സ്റ്റ് ആര്യൻ അനിൽ, ട്രൂ ആയിരിക്കോ ഫോൾസ് ആയിരിക്കോ? ട്രൂ. തേജസ്വിനി, ട്രൂ ആയിരിക്കോ ഫോൾസ് ആയിരിക്കോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ട്രൂ. ട്രൂ. ഓക്കെ. ഓക്കെ. സോ നമുക്ക് അത് റീഡ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ദാറ്റ് ഇസ് ട്രൂ. ഗുഡ്. നൗ ദ നെക്സ്റ്റ് സീക്വൻസ്, ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീക്വൻസ് 1, 2, 4, 8 is 32. Okay, the next term in the sequence 1, 2, 4, 8 is 32. True or false? Okay, ഞാൻ ചോദിക്കുന്ന ആള് മാത്രം പറയാം. ഓക്കെ, ജാൻവി പറഞ്ഞോടാ. മാം ഈ ഫോർത്ത് ക്വസ്റ്റ്യനില് ഇസും കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, എന്താ? ഓ, അത് ഇൻകംപ്ലീറ്റ് ആടാ. ചിലപ്പം അവര് എഡിറ്റ് ചെയ്ത സമയത്ത് ഇൻകംപ്ലീറ്റ് ആയിട്ട് എഴുതിയതാ. ഓക്കെ. ഓക്കെ മാം. നെക്സ്റ്റ് ശ്രീഹരി MS, ട്രൂ ആണോ ഫോൾസ് ആണോ? ശ്രീഹരി MS ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ്. ഓക്കെ, ഡൺ. നെക്സ്റ്റ് അമേയ S നായർ, ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ. ഓക്കെ. അനൗഷ്ക പ്രമോദ്, ട്രൂ ആയിരിക്കോടാ ഫോൾസ് ആണോ? ട്രൂ. ഓക്കെ. ഗൗരി, ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ. ട്രൂ. ഓക്കെ. ദൃശ്യ, ട്രൂ. ട്രൂ. Okay, so the thing is, the statement is false. You know why? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതെന്താ? എടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ. സീക്വൻസ്, അതായത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന സീക്വൻസസ് പവർ ഓഫ് 2. ഓർക്കുന്നുണ്ടോ? പവർ ഓഫ് 2 എന്നുള്ള ഒരു സീക്വൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. പവർ ഓഫ് 2 സീക്വൻസില് 1, 2, 4, 8 കഴിഞ്ഞാൽ അടുത്ത ടേം ഏതാ? 16 ആ വരാ. ഓക്കെ. 16 കഴിഞ്ഞിട്ടാണ് നമ്മുടെ 32 വരാറ്. ഓക്കെ. യെസ് ജാൻവി, കൺഫ്യൂഷൻ ആണോ? Ma'am, there is dots now. Dots. ആണോ? Ma'am, that 16 will be there in the dots now. നോ 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 നോ, അവരെന്താടാ ചോദിച്ചത്? നെക്സ്റ്റ് ടേം ഇൻ ദ സീക്വൻസ്, അതായത് 8 കഴിഞ്ഞിട്ട് ഏത് സീക്വൻസ് ആണെന്ന് അവര് ചോദിക്കുന്നത്, അതായത് ഏത് നമ്പർ ആന്നാ.
ഓക്കെ okay, നെക്സ്റ്റ് ma'am. ടേം ക്വസ്റ്റ്യൻ വായിക്കാം ഓക്കെ Okay, next, the third question. Okay, the third question, the sequence 1, 2, 3, 5, 8, 13 is called Virhanka numbers. True or false? ഒന്ന് വായിക്കുക സ്റ്റേറ്റ്മെന്റ് then only. ഓക്കെ ഞാൻ ചോദിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്ത് പറയാം. മുഹമ്മദ് സഫയുടെ അടുത്ത് ഞാൻ ചോദിച്ചതാ. ഒരു മിനിറ്റ്, ചോദിക്കാത്ത കുറെ പേരുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. മുഹമ്മദ് ഇഷാൻ, മുഹമ്മദ് ഇഷാൻ, ട്രൂ ആണോ ഫോൾസ് ആണോ? തേർഡ് ക്വസ്റ്റ്യൻ ആണ്, തേർഡ് ക്വസ്റ്റ്യൻ. ട്രൂ ആണോ ഫോൾസ് ആണോ? Ma'am, fourth incomplete അല്ലേ question? ആ ഫോർത്ത് ഇൻകംപ്ലീറ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കണ്ട. ട്രൂ. ഓക്കെ, ദൃശ്യ പറഞ്ഞോടാ. ട്രൂ. ട്രൂ. അമേയ എസ് നായർ പറഞ്ഞോടാ. ട്രൂ ആണോ ഫോൾസ് ആണോ? True. ദീക്ഷിത്, ദീക്ഷിത് പറഞ്ഞോടാ. തേർഡ് ഈസ് ട്രൂ. ട്രൂ. ഓക്കെ, നെക്സ്റ്റ് ദിയ ലക്ഷ്മി. ദിയ ട്രൂ ആണോ ഫോൾസ് ആണോ? ദിയ Ma'am, which one? തേർഡ് വൺ, Fifth one? തേർഡ് വൺ, തേർഡ് വൺ. Third. True. ട്രൂ. ഓക്കെ, നെക്സ്റ്റ് True. ട്രൂ. ഓക്കെ, പൃഥ്വി അനൂപ് ട്രൂ ആണോ ഫോൾസ് ആണോ? ദ തേർഡ് വൺ, ഏതാണ്ട് തേർഡ് ക്വസ്റ്റ്യൻ ട്രൂ ആണോ ഫോൾസ് ആണോ? ക്വസ്റ്റ്യൻ വെയിറ്റ് മാം ഞാൻ ഓക്കെ, ദി ആൻസർ വിൽ ബി ട്രൂ. ഓക്കെ എടാ, ഓക്കെ ദ ആൻസർ വിൽ ബി ഫോൾസ് ട്രൂ. മാം, ഫോൾസ് ഫോൾസ് ഫോൾസ്. ട്രൂ. ഓക്കെ, വിർഹങ്ക നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാലോ, വിർഹങ്ക നമ്പേഴ്സിന്റെ സീക്വൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കണ്ട. ഫോർത്ത് കംപ്ലീറ്റ്. ഓക്കേടാ, ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആ. അപ്പൊ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ നോക്കാം? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ പറയണേ ദ സീക്വൻസ് 1, 8, 2, 27, 64 ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്ക്വയർ നമ്പേഴ്സ്. ഓക്കെ, എനിക്ക് ആൻസർ വേണ്ടത് ഒരു മിനിറ്റ്, ഞാൻ പറയുന്ന ആള് മാത്രം പറയാം. ഒരു മിനിറ്റ്. വേദിക S95449, വേദിക S95449 വേദിക. ഓക്കെ, റോൾ നമ്പർ നോക്കിക്കേ വേദിക. ട്രൂ ആണോ ഫോൾസ് ആണോ? ഫിഫ്ത് വൺ. മാം കഴിഞ്ഞില്ലേ? ഓക്കെ, സോ ഫിഫ്ത്. വേദിക കേൾക്കുന്നുണ്ടോ? വേദിക വീഡിയോ ഓൺ ആണല്ലോടാ. മറ്റേത് വേറെ മറ്റേ കൊച്ചിനാടാ വിളിച്ചേ. ആരാധ്യ മേനൻ പറഞ്ഞോടാ. ഫിഫ്ത് വൺ Fifth one അല്ലേ? ആടാ, ഫിഫ്ത് വൺ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. Fifth one true. ട്രൂ. ഓക്കെ, ഐഷ അസ്വ ട്രൂ ആണോ ഫോൾസ് ആണോ? മാം ഫോൾസ്. ഫോൾസ്. കറക്റ്റ്. ഇത് ഫോൾസ് ആയടാ, ഒന്ന് നോക്കിക്കേ. ഇത് Ma'am, ഏത് false. നമ്പേഴ്സാ? ഇത് ക്യൂബ് നമ്പേഴ്സാ. ഓക്കെ, അവർ സ്റ്റേറ്റ്മെന്റിൽ എന്താ നമ്മുടെ അടുത്ത് പറഞ്ഞേ? ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്ക്വയർ നമ്പേഴ്സ്. ഓക്കെ, സോ ദിസ് ഇസ് ഫോൾസ്. ഓക്കെ, ഡൺ. അപ്പം ഇന്ന് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തു. ഓക്കെ, സോ ഇന്നത്തേക്ക് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിരുന്നല്ലോ എല്ലാവരും. അതായത് വർക്ക്ഔട്ട് സെഷനിൽ വരുന്ന ദിവസം തൊട്ടടുത്ത ദിവസം പഠിപ്പിച്ച കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് നോക്കുക. ഡേ 1 അറ്റൻഡ് ചെയ്യാത്തവര് ഒന്ന് ക്ലാസ് ടീച്ചേഴ്സിന്റെ അടുത്ത് ലിങ്കും ചോദിക്കാം. ഓക്കേടാ, ലിങ്ക് ചോദിക്കണേ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് ലിങ്ക് ചോദിക്കാം ക്ലാസ് ടീച്ചേഴ്സിന്റെ അടുത്ത്. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ ഇന്നത്തെ ഡെയിലി എക്സാം ഇല്ലായിരുന്നു, ഒന്നും കൂടി ഒന്ന് ഇന്ന് എനേബിൾ ചെയ്യോ? എടാ ഇന്ന് എക്സാം പറ്റില്ല. ഇനി നെക്സ്റ്റ് ഡേത്തെ എക്സാമേ പറ്റുള്ളൂ. വർക്ക്ഔട്ട് ഡേയുടെ അന്ന് നമുക്ക് എക്സാം പറ്റൂല, അതുകൊണ്ടാണ്. ഓക്കെ, അല്ല, ഒന്ന് എനേബിൾ ചെയ്യാൻ പറ്റുമോ? ഒന്നും കൂടി ചെയ്യാൻ. ഇല്ല അങ്ങനെ എനേബിൾ ചെയ്യാൻ പറ്റില്ലടാ. ഇന്ന് വർക്ക്ഔട്ട് ഡേ അല്ലേ, അപ്പൊ ഇന്ന് പറ്റൂല. ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഡേ കാണാവേ. ഡേ 3 കോൺസെപ്റ്റില്. ടീച്ചർ ബൈ. ബൈ, ഗുഡ് നൈറ്റ്.
ബൈ. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മാം. താങ്ക് യു ആരാധ്യ. മാം ആരായിരുന്നു പറഞ്ഞോടാ ദിയ. എനിക്ക് മൺഡേ എക്സാം ഉള്ളൂ. എടാ നെക്സ്റ്റ് മാത്സ് ക്ലാസ് എന്നായിരിക്കും? അന്നായിരിക്കും എക്സാമിന്റെ, അതായത് റെഗുലർ ക്ലാസ്സിലായിരിക്കും മാത്സിന്റെ എക്സാം ഇനി ഉണ്ടാവുക. ഓക്കെ, റെഗുലർ ക്ലാസ് എന്നാണോ അന്നായിരിക്കും എക്സാം. ഓക്കെ, ചിക്കുവേറ്റ എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രീഹരി ബൈ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഗുഡ് ലീവ് നൈറ്റ്. ചെയ്തോടാ എല്ലാവരും. ബൈ. ലീവ് ചെയ്തോ. ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു ഫോർ ജോയിനിങ്. ബൈ ബൈ. Good night, ma'am. ഗുഡ് നൈറ്റ് സഫാൻ. ഗുഡ് നൈറ്റ്. ഓക്കെ, അദ്വൈത്, ശ്രീഹരി, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് നിങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്യണാണോ? എന്താ ക്ലാസ് കഴിഞ്ഞു? എന്ത് പറ്റി? സോറി മാം, എന്റെ ആ. മീറ്റിംഗ് ഇച്ചിരി മുമ്പ് ഡിസ്കണക്ട് ആയി. ആടാ, ഓക്കെ, നോ ഇഷ്യൂസ്. ലീവ് ചെയ്തോട്ടോ. നെക്സ്റ്റ് ഡേ കാണാവേ. ബൈ. ഗുഡ് നൈറ്റ്. അദ്വൈത് എന്ത് പറ്റിയടാ? അദ്വൈത് കേൾക്കുന്നുണ്ടോ?